ആ വിഷയം എന്ന് പറയുന്നത് നമ്മളുടെ കഴിഞ്ഞ ഒരു ദിവസങ്ങളൊക്കെ ആയിട്ട് വലിയ തോതിൽ ഇവിടെ ഓടിക്കൊണ്ടിരുന്ന ചില കാര്യങ്ങൾ, ശ്രീത് പണിക്കർ, അതുപോലെ കപ്പിക്കാട്, പിന്നെ നമ്മളുടെ ശ്യാം കുമാർ, പിന്നെ മറ്റൊരു ആളുടെ പേര് ഞാൻ മറന്നുപോയി. ഈ 4 പേര് കൂടിയിട്ട് ഒരു പരിപാടി അവിടെ പങ്കെടുക്കുന്നു. ഹോർത്തൂസ്, മനോരമയുടെ ഒരു പരിപാടി, അവിടെ നമ്മളുടെ കൊച്ചിയിലാണെന്നാണ് അറിയുന്നത്. അവിടെ വെച്ച് നടന്നൊരു പരിപാടിയാണ്. അപ്പോൾ അതിൽ പങ്കെടുത്തു. അതിനകത്ത് അവർ ചില കാര്യങ്ങൾ ചെയ്തത് വലിയ തോതിൽ ചർച്ചയായി. എന്താണ്? അംബേദ്കറെ എങ്ങനെ വായിക്കാം എന്ന് പറഞ്ഞാണ് അവർ തുടങ്ങിയത്. അപ്പോൾ അംബേദ്കർ എങ്ങനെ വേണമെങ്കിലും വായിക്കാം എന്ന് പറഞ്ഞ് തുടങ്ങിയ ആളുകൾ അവസാനം ഈ കൂടിയ ആളുകളിൽ 3 പേരൊഴികെ 4മതായി വന്ന ഈ ശ്രീത് പണിക്കർ അംബേദ്കറെ വായിച്ചപ്പോൾ ഇവർ പറയുകയാണേ, എങ്ങനെ വേണമെങ്കിലും വായിക്കാം, ശരിയാണ്, പക്ഷേ ഇജ്ജ് വായിച്ച മാതിരി വായിക്കരുത് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് വരികയാണ്. നമ്മൾ വായിക്കണ മാതിരി വായിച്ചാൽ മതി, ഇജ്ജ് വായിച്ചത് ശരിയായില്ല, നിങ്ങൾ ഉൾക്കൊണ്ട രീതി ശരിയായില്ല, നിങ്ങൾ കിതാബ് പഠിച്ചത് ശരിയായില്ല എന്ന് നമ്മളെ കാക്കാമാർ കോയമാരെങ്ങനെയാണ് നമ്മളോട് വന്ന് പറയണത്. മാതിരി അതിനേക്കാൾ തറ ലെവലിലാണ് ഈ പറയുന്ന അംബേദ്കറൈറ്റുകൾ എന്ന് പറയുന്ന ഈ ഉടായ്പ് ചങ്ങാതിമാർ, ജാതി ബാണങ്ങൾ വന്ന് നിന്നിട്ട് പറയുന്നത്. ഇതാണ് നമ്മളവിടെ കണ്ടത്, നിങ്ങൾ വായിച്ച രീതി ശരിയായില്ല എന്നൊക്കെ. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും വായിക്കാമെന്ന് പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ വായിക്കരുത് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് വരുമ്പോൾ ഇതാണ് ഇതിനകത്തുള്ള ഈ മൊത്തം പൊളിഞ്ഞു പാളീസാവുന്ന ഒരവസ്ഥ ഉണ്ടായി എന്ന് നമ്മൾ കാണാൻ സാധിച്ചത്. അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതിനു മുന്നേ എന്താണ് എന്നുള്ളതിൻ്റെ ഒരു ചെറിയൊരു ധാരണ, അതിൻ്റെ ഒരു കൺക്ലൂഷൻ ഭാഗത്ത് ശ്രീത് പണിക്കർ പറയുന്ന ഭാഗം കേട്ടാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ മനസ്സിലാവും. അപ്പോൾ അതൊന്നും നമുക്ക് കേട്ട് കളയാം. ഹിന്ദുമതം വർണ്ണാശ്രമധർമ്മം എന്നതിനപ്പുറത്തേക്ക് ബോൾഡായിട്ട് സംസാരിക്കാനോ അംബേദ്കർ മറ്റു മതങ്ങളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതിനെ പറ്റി ഇങ്ങനെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ചർച്ച ചെയ്യാനോ അംബേദ്കറൈറ്റുകൾ തയ്യാറല്ല. എന്റെ പോയിന്റിനെ ഇവർ രണ്ടുപേരും പ്രൂവ് ചെയ്തു. ഇവർ രണ്ടുപേരും ഞാൻ പറഞ്ഞതിന് ശേഷം 2 ഊഴങ്ങളിൽ സംസാരിച്ചപ്പോ അവർ ആ ഭാഗത്തേക്ക് വന്നില്ല എന്ന് തന്നെയല്ല, ഏറ്റവും ദുർബലമായ വാദമാണ് അവസാനം ശ്രീ സണ്ണിയുടെ ഭാഗത്തു നിന്ന് വന്നത്. ഞാനതിൽ നിരാശനാണ്. ഇതല്ല അതിന് വേദി. പിന്നെ ഏത് വേദി? അംബേദ്കറെ എങ്ങനെ വായിക്കാം എന്നതാണ് ചോദ്യം. അംബേദ്കറെ എങ്ങനെ വായിക്കാമെന്ന ചോദ്യത്തിന് ഒരു വേദിയിൽ ആ ചോദ്യം ഉണ്ടാകുമ്പോൾ അതിന് ഞാൻ ഇപ്പോഴല്ല അടുത്ത പൂരത്തിന് പറയാം എന്ന് പറയുന്നതല്ല മറുപടി. ഇത് ഞാൻ പറഞ്ഞ ആരോപണത്തിനെ നിങ്ങൾ ശരിവെക്കുകയാണ്. നിങ്ങൾക്കത് പറയാൻ വയ്യ എന്നുള്ളതാണ്. 2, അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം തെറ്റാണ്. 1950-കൾ മുതൽ അംബേദ്കറെ യൂണിവേഴ്സിറ്റികളിൽ പഠിപ്പിക്കുന്നുവെന്നല്ല ഞാൻ പറഞ്ഞത്. 1950-കൾ മുതൽ നമ്മൾ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് അംബേദ്കറിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. ഭരണഘടന പഠിക്കുന്നുണ്ട്, കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഡിബേറ്റുകൾ പഠിക്കുന്നുണ്ട്, അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ പഠിക്കുന്നുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. അടുത്തത് ശ്രീ ശ്യാംകുമാർ പറഞ്ഞു, വേണമെങ്കിൽ എന്നാൽ അങ്ങ് ഖുറാൻ കത്തിക്കാം എന്നല്ല അദ്ദേഹം അന്ന് തീരുമാനിച്ചത്. അദ്ദേഹം ബുദ്ധിസത്തിലേക്ക് പോകുന്ന സമയത്ത് മനുസ്മൃതിയാണ് കത്തിച്ചത്. ശരിയാണ്. അദ്ദേഹം താൻ ഏത് മതത്തിലാണോ നിൽക്കുന്നത് ആ മതവുമായി ബന്ധപ്പെട്ട ഗ്രന്ഥങ്ങളാണ് കത്തിക്കുന്നത്. അതിൽ നിന്ന് ഉപേക്ഷിക്കുകയാണ്, മറ്റൊരു മതത്തിലേക്ക് പോവുകയാണ്. അപ്പൊ ആ സമയത്ത് അദ്ദേഹം അവിടെ ഖുറാനും ബൈബിളും എല്ലാം കൂടെ കൂട്ടിയിട്ട് കത്തിക്കേണ്ട കാര്യമില്ല. അദ്ദേഹത്തിന്റെ വിമർശനം ഹിന്ദുയിസത്തിനോടാണ്. മനുസ്മൃതി പോലെയുള്ള സ്മൃതികളാണ് അവിടെയുള്ള നിയമങ്ങൾക്ക് ആധാരം എന്നാണ് അദ്ദേഹത്തിന്റെ വിശ്വാസം. അതുകൊണ്ട് അതിനെ തള്ളിപ്പറയുന്ന ഒരു വ്യക്തി മറ്റേതെങ്കിലും ഒരു പുസ്തകം അവിടെ വെച്ച് കത്തിക്കണമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് എങ്കിൽ അത് അബദ്ധമാണ് എന്നുള്ളതാണ്. അടുത്തത് ശ്രീരാമൻ, മര്യാദാ പുരുഷോത്തമനായിട്ടുള്ള ശ്രീരാമൻ. അദ്ദേഹം മര്യാദാ പുരുഷോത്തമനല്ല, മറിച്ച് അദ്ദേഹം ഏറ്റവും വലിയ നീചനാണ്. കാരണം അദ്ദേഹം ഭാര്യയെ ഉപേക്ഷിച്ചുവെന്ന്. എത്ര ബാലിശമാണെന്ന് ആലോചിച്ച് നോക്കൂ. ഈ വെസ്റ്റേൺ ജൂറിസ്പ്രുഡൻസിന്റെ ഭാഗമായിട്ട് സീസറിന്റെ ഭാര്യ സംശയത്തിന് അതീതയായിരിക്കണം എന്ന് പറഞ്ഞാൽ ആഹാ, കയ്യടി. രാമന്റെ ഭാര്യ സംശയത്തിന് അതീതയായിരിക്കണം എന്ന് പറഞ്ഞാൽ അത് പറ്റില്ല. ചേട്ടാ, ഈ സീസർ ഉണ്ടാവുന്നതിന് എത്രയോ മുമ്പ് ഇന്ത്യയിൽ മാത്രമല്ല രാജ്യങ്ങളിൽ വളരെ വിശദമായി പോയിരിക്കുന്ന ഒരു കോൺസെപ്റ്റാണ് രാമൻ. രാമൻ ഒരു ഭരണാധികാരിയാണ്. ഒരു ഭരണാധികാരിക്ക് തന്റെ കുടുംബത്തിന്റെ കാര്യം മാത്രം നോക്കുന്നതല്ല പ്രധാനമെന്ന് ഏറ്റവും ചുരുങ്ങിയത് കേരളത്തിലിരിക്കുന്ന നമ്മളെങ്കിലും അറിയണ്ടേ. ഒരു ഭരണാധികാരിയുടെ വീട്ടിലിരിക്കുന്ന ആൾക്കാരോട് ആരോപണം വരുന്ന സമയത്ത് അവരെ പ്രൊട്ടക്ട് ചെയ്ത് നിൽക്കുകയല്ല വേണ്ടത്, മറിച്ചൊരു ഭരണാധികാരി ചെയ്യേണ്ടത് നാട്ടുകാർക്ക് കൂടി ബോധ്യമാകുന്ന രീതിയിലത്തേക്ക് നിങ്ങൾ കാര്യം ചെയ്യണമെന്നാണ്. അതിന് നമ്മുടെ നാട്ടിൽ വളരെ കൃത്യമായിട്ട് കോടതികൾ പറയുന്നുണ്ട്, നീതി എന്നത് നടപ്പാക്കിയാൽ പോരാ, അത് നടപ്പാക്കി എന്ന് പൊതുസമൂഹത്തിന് ബോധ്യം കൂടി ഉണ്ടാകണം. സീതയെ ഉപേക്ഷിക്കുന്ന സമയത്ത് രാമൻ ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല എനിക്ക് സമയം വേണ്ടേ, സംവരണം ചോദിക്കുന്നില്ല, സമയം മതി, സംവരണം വേണ്ട, സമയം മതി. നോക്കൂ, വളരെ സംവരണം മോശമാണോ?
സംവരണം മോശമാണോ? സംവരണം മോശമാണോ? അല്ല, കൂവുന്ന എന്തിനാ? കേക്കൂ, എനിക്ക് സമയം കിട്ടണം എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഞാൻ സംവരണം ചോദിക്കണോ? ഞാൻ സംവരണമല്ല ചോദിക്കുന്നത്. ഞാൻ എന്റെ ഓപ്പർച്യൂണിറ്റി കേൾക്കൂ. ഞാൻ കൂവി തോപ്പിക്കാൻ പറ്റില്ലല്ലോ ചേട്ടാ. മറുപടി പറയുകയല്ലേ ചേട്ടാ, മറുപടി പറയുകയാണ്. ഞാൻ പറയുന്നത് കേൾക്കൂ. നിങ്ങൾ ആ അനീതി കാണുന്നില്ല. ഇതാണ് പ്രശ്നം. നിങ്ങൾ ഇവിടെ ആൾക്കാർ ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവസാനം ഞാൻ സംസാരിച്ച് 3 മിനിറ്റ് ആകുന്ന സമയത്ത് ഇത്രയും നേരം ഈച്ച അടിച്ചുകൊണ്ടിരിക്കുന്ന എനിക്ക് സംസാരിക്കാൻ പറ്റില്ല. നോക്കൂ, നിങ്ങളല്ല തീരുമാനിക്കുന്നത്, മനോരമയാണ്. രാമൻ ഒരു ഭരണാധികാരിയാണെങ്കിൽ ആ ഭരണാധികാരിക്ക് രാജ്യകാര്യം നടപ്പാക്കുക എന്നുള്ളതാണ് പ്രധാനം. അതുകൊണ്ട് തന്നെ ആ ഭരണാധികാരിക്ക് തന്റെ ഭാര്യയുടെ കാര്യത്തിൽ സ്വയമേവ വിശ്വാസമുണ്ട് എങ്കിലും ആ രാജാവ് എന്ന നിലയിൽ അദ്ദേഹം ചെയ്യേണ്ടുന്ന കാര്യമാണ് അദ്ദേഹം ചെയ്തത്. അത് രാജനീതിയാണ്. സീസർ ചെയ്യുമ്പോ ആഹാ, രാമൻ ചെയ്യുമ്പോ ഓഹോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കൂവാം. ഇനി അടുത്തത് നോക്കൂ. ഇനി അടുത്തത് അല്ലല്ലേ, അത് നിങ്ങൾ കാണിക്കുന്ന മര്യാദയല്ല. അങ്ങനെയാണെങ്കിൽ ടൈം എല്ലാം ഈക്വലായിട്ട് കൊടുക്കണമായിരുന്നു. ഒരു സെക്കൻഡ് ഞാൻ നിങ്ങളുടെ ഗസ്റ്റ് അല്ലേ? അപ്പൊ സമയം നിങ്ങൾ ആദ്യം അവസാനം സംസാരിക്കുന്ന ആളിനോടല്ല നിങ്ങൾ ഇടപെടേണ്ടത്. 50 minutes ആണ് സർ. ആയിക്കോട്ടെ, പക്ഷെ അത് മോഡറേറ്റർ തീരുമാനിക്കണ്ടേ? മോഡറേറ്റർ ഞാൻ സംസാരിക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞാൽ മതിയോ? മോഡറേറ്റർ പറഞ്ഞോ? ഇല്ലല്ലോ. 6 മിനിറ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ 6 മിനിറ്റ് നിങ്ങൾ തന്നോ? നോക്കൂ, ഞാൻ അവസാനിപ്പിക്കാം. പക്ഷെ കേൾക്കൂ, ഇതിലെ ഏറ്റവും ഒരുപാട് കാര്യങ്ങൾ 2 ആൾക്കാർ പറഞ്ഞിട്ട് 3 ആൾക്കാർ പറഞ്ഞിട്ട് അണീവനായിട്ടുള്ള ഒരു പാനലിൽ ഇരുന്നിട്ട് സംസാരിക്കാതെ തിരിച്ചു പോകണമെന്നാണ് വിചാരിച്ചെങ്കിൽ മനോരമ ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് വണ്ടി ഓടിച്ചു വന്ന അതിനല്ല, പറഞ്ഞിട്ടേ പോകുള്ളൂ. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾ ഇതിന് അവസാനം പറഞ്ഞൊരു കാര്യം, അതായത് ഗുജറാത്ത് ഭ്രൂണഹത്യ എന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഗുജറാത്തിലേക്ക് പോകണ്ട. നമ്മളിവിടെ മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് ഗർഭിണികളായ സ്ത്രീകളുടെ വയറ് കുത്തിപ്പിളർന്ന് ഭ്രൂണത്തിനെ എടുത്ത് ഹത്യ ചെയ്തു എന്ന് അംബേദ്കർ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ പറയുന്നില്ല. എന്നിട്ടോ അതിനെ വെറും കാർഷിക കലാപമാണ് എന്ന് പറയുന്ന ആൾക്കാർ, അത് സ്വാതന്ത്ര്യ സമരമാണ് എന്ന് പറയുന്ന ആൾക്കാർ, അങ്ങനെയാണെന്ന് പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയെ പോലെയുള്ള മതരാഷ്ട്ര സ്ഥാപനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിൽ കോളം എഴുതുന്ന ശ്രീ ശ്യാംകുമാർ ഓർക്കേണ്ടത് എന്താണ് മതരാഷ്ട്ര സ്ഥാപനത്തിനെ കുറിച്ച് അംബേദ്കർ പറഞ്ഞിട്ടുള്ളത് എന്നാണ്. മതരാഷ്ട്ര സ്ഥാപനം എന്നത് നമ്മുടെ രാജ്യത്തിന് വേണ്ടുന്നതല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും പ്രധാനം, ഞാൻ ആദ്യം പറഞ്ഞ അതേ പോയിന്റ്, നിങ്ങൾക്കൊരിക്കലും ഇങ്ങനെയുള്ള ഒരു ചടങ്ങിൽ വന്ന് ഇങ്ങനെയുള്ള ഒരു പബ്ലിക് വേദിയിൽ ഇരുന്ന് മറ്റൊരു ദിവസം പറയാമെന്ന് പറയുന്നതല്ലാതെ മറ്റു മതങ്ങളെ അംബേദ്കർ വിമർശിച്ചിരിക്കുന്നതിനെ കുറിച്ച് പറയാനോ ഉൾക്കൊള്ളാനോ ഉള്ള ത്രാണി നിങ്ങൾക്കില്ല. അംബേദ്കർ തന്നെ പറഞ്ഞിരിക്കുന്നത്, ഏറ്റവും പ്രധാനമായിട്ട് അംബേദ്കർ തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യം, the Muslims have all the social evils of the Hindus and something more. അപ്പൊ നിങ്ങൾ ഇതുവരെ ഹിന്ദുയിസത്തിനെ പറ്റി പറഞ്ഞതും അതിന് എക്സ്ട്രായും ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിനെപ്പറ്റി കൂടുതൽ ഗ്രാവിറ്റിയിൽ നിങ്ങൾ പറയുന്നില്ല. അദ്ദേഹം, ഞാൻ നേരത്തെ പറഞ്ഞു, ജെയിംസ് പോളിനെ കോട്ട് ചെയ്തിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ഇറ്റ് ഈസ് ദി എനിമി. ഖുറാനെ പറ്റി പറയുകയാണ്, ദി എനിമി ഓഫ് ദ മാൻകൈൻഡ്. തന്റെ പുസ്തകത്തിൽ അദ്ദേഹം എഴുതുകയാണ്. ഏറ്റവും അവസാനം ഇന്ത്യയിൽ മുസ്ലിങ്ങളെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത്, ബ്രദർഹുഡ് ഓഫ് ഇസ്ലാം ഈസ് നോട്ട് ദ യൂണിവേഴ്സൽ ബ്രദർഹുഡ് ഓഫ് മാൻ, ഇറ്റ് ഈസ് ബ്രദർഹുഡ് ഓഫ് മുസ്ലിംസ് ഫോർ മുസ്ലിംസ് ഓൺലി. There is a fraternity, but its benefit is confined to those within that corporation. For those who are outside the corporation, there is nothing but contempt and enmity. ആ മതത്തിലുള്ള ആൾക്കാരല്ലാത്ത മറ്റുള്ള ആൾക്കാരോട് കണ്ടംപ്റ്റ്, നിങ്ങൾക്ക് എനിമിറ്റി, ശത്രുത, ഇത് മാത്രമേ ഉള്ളൂ എന്ന് പറയുന്ന ഒരാളിനെ പറ്റി നിങ്ങൾക്ക് ചർച്ച ചെയ്യാൻ കഴിയില്ല. കാരണം ഇന്നത്തെ കാലത്ത് അത് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫ്ലെയിം സ്പീച്ച് ആയിട്ട് റിഗാർഡ് ചെയ്യപ്പെടും, അത് ഏറ്റവും മോശമായിട്ടുള്ള പരാമർശമായിട്ട് റിഗാർഡ് ചെയ്യപ്പെടും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിനെപ്പറ്റി പറയാൻ കഴിയില്ല. അതിൽ തന്നെ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. The second defeat of Islam is that it is a system of social self-government and is incompatible with the local self-government, because the allegiance of a Muslim does not rest on his domicile in the country, which is but on the faith
to which he belongs. The Muslim, ഒരു സെക്കൻഡ് ഞാൻ ആ സെന്റൻസ് നിർത്താം. In other words, Islam can never allow a true Muslim to adopt India as his motherland. എനിക്ക് ആ അഭിപ്രായമില്ല. അംബേദ്കർ പറഞ്ഞിരിക്കുന്നത് തെറ്റാണ് എന്നാണ് ഞാൻ കരുതുന്നത്. അംബേദ്കറൈറ്റുകൾ അതിനെപ്പറ്റി ചർച്ച ചെയ്യാൻ തയ്യാറല്ല. That is probably the reason why Maulana Muhammad Ali, a great Indian but a true Muslim, preferred to be buried in Jerusalem rather than in India. നിങ്ങൾക്ക് സംസാരിക്കാൻ കഴിയില്ല ചേട്ടാ, അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇന്നത്തെ കാലത്ത് അംബേദ്കറിനെ എങ്ങനെ വായിക്കണമെന്ന് നിങ്ങളിൽ വായന തുടങ്ങണമെന്ന് ഞാൻ ആദ്യം പറഞ്ഞത് അതിനാണ്. താങ്ക് യു. മനോരമ I think we can discuss outside. Please, we can. I totally agree. Otherwise, we can discuss outside. Thank you. Please, we can continue the discussion in a democratic way outside. Please. ഇത് തമാശയായി. അടുത്ത സെഷൻ ഈ വേദിയിലൂടെ ഇതിലാണ് തമാശ വന്നത്. ഇപ്പം എന്താ ഉണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, ശ്രീത്ത് പണിക്കർ നല്ല രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചു. ഒരു കാര്യം ആദ്യം പറയാണ്, അതായത് നമുക്കിപ്പോൾ ഒരു കാര്യം ഒരാൾ പറയുന്നു, അയാളോട് 100% നമുക്ക് യോജിക്കാനോ 0% നിങ്ങൾക്ക് എന്താണ് വിയോജിക്കാനോ കഴിയില്ല. യോജിപ്പുകളും ഉണ്ടാവും, വിയോജിപ്പുകളും ഉണ്ടാവും. യോജിക്കാവുന്നിടത്ത് നിങ്ങൾ യോജിക്കുക, വിയോജിക്കാവുന്നിടത്ത് നിങ്ങൾ വിയോജിക്കുക. അല്ലാതെ നമ്മൾ പറയണ മാതിരി എന്താണ് കാഫിറിനെ കണ്ടെടുത്ത് വെച്ച് വെട്ടിക്കൊല്ലുക എന്ന് പറയുന്ന മാതിരി നിങ്ങൾക്ക് വിയോജിപ്പുള്ള ആളുകളെയൊക്കെ കണ്ടെടുത്ത് വെച്ച് വെടിവെക്കുക എന്ന് പറയുന്നത് അങ്ങനെ നടക്കില്ല. അതല്ല അതിൻ്റെ പ്രാക്ടിക്കലായിട്ടുള്ള വശം. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നു, ഏതൊരു വ്യക്തിയും ഇപ്പോൾ ഇവിടെ കയ്യടി എന്തുകൊണ്ടാണ് ഈ പറയുന്ന ശ്രീത്തിന് കിട്ടിയത്? ശ്രീത്ത് പറയുന്ന കാര്യങ്ങളിൽ ഒരു കഴമ്പുണ്ട് എന്ന്, അല്ലെങ്കിൽ അതിനകത്ത് ഒരു സ്റ്റഫുണ്ട് എന്നുള്ള രീതിയിൽ ഇത് കേൾക്കുന്ന ആളുകൾക്ക് തോന്നിയത് കൊണ്ടും അതിനാണ് കൂടുതൽ അവിടെ ഒരു വെയിറ്റ് ഉള്ളത് എന്ന് ഈ കേൾക്കുന്ന ആളുകൾക്ക് തോന്നിയതുകൊണ്ടാണ്. അതാണ് ശ്രീത്തിന് കിട്ടിയ കയ്യടിയുടെ കാരണം. ഇനി നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കുക, ഈ പറയുന്ന ശ്രീത്ത് പണിക്കർ, നിങ്ങളെല്ലാവരും ഇവിടെ ഏറ്റവും കൂടുതൽ പുള്ളിയെ ചിത്രീകരിച്ച് നമ്മുടെ ചാനലിൽ ഒരിക്കൽ വന്ന് സംസാരിച്ചിട്ടുള്ളതാണ്. ചില കാര്യങ്ങൾ നമുക്ക് വിയോജിപ്പുണ്ടായിരുന്നു, അവിടെ ഒരു ചെറിയ തർക്കമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇവിടെ സാധാരണ പറയുന്നത് എന്താണ്, ശ്രീത്ത് പണിക്കർ എന്ന് പറയുന്ന ആൾ ഒരു പണിക്കർ ആണ്. ഓക്കെ, പുള്ളി ഒരു എന്താണ് ഒരു കോവേർട്ടായിട്ടുള്ള ഒരു RSS ഏജൻ്റാണ്, അതിന് സപ്പോർട്ട് ചെയ്യുന്ന ആൾ ഹിന്ദുത്വ ഒരു ഇനേബിളറാണ്. ഇതൊക്കെയാണല്ലോ ആളുകൾ പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ വന്ന് നിന്നിട്ട് ഇത് പറയുന്നു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നത്, അല്ലെങ്കിൽ ഈ നാട്ടുകാർ മുഴുവൻ കാണുന്നത്, പ്രതീക്ഷിക്കുന്നത് എന്താണ്? പ്രത്യേകിച്ച് ഇതുപോലുള്ള ആളുകൾ, ഈ ഹിന്ദുത്വ വിരുദ്ധർ പ്രതീക്ഷിക്കുന്നത്, ശ്രീത്ത് വരുന്നു, എന്നിട്ട് മനുസ്മൃതിയെ ഡിഫെൻഡ് ചെയ്യുന്നു. ഹിന്ദുത്വ വിമർശനം എന്ന് പറയുന്നത് സംഘടന, അല്ലെങ്കിൽ ഹിന്ദു വിമർശനം എന്ന് പറയുന്നത് അംബേദ്കർ വളരെ മോശമായിട്ട് തെറ്റിദ്ധരിച്ചതാണ്. നമ്മളുടെ സായി ദീപകൊക്കെ പറയുന്നത് നിങ്ങൾ കേട്ടാണ്, അംബേദ്കറിന് ഹിന്ദുമതം എന്താണെന്ന് മനസ്സിലായിട്ടില്ല എന്നൊക്കെയാണ് സായി ദീപക് പറയാറുള്ളത്. അപ്പോൾ ആ രീതിയിലൊക്കെ വന്നു നിന്ന് ഹിന്ദുമതം നല്ലതാണ്, അത് യഥാർത്ഥ ഹിന്ദുമതം അങ്ങനെയല്ല, അംബേദ്കർ പഠിച്ച ഹിന്ദുമതം അത് വേറെ മതമായിപ്പോയി, ആരിഫ് പഠിച്ച ഇസ്ലാം വേറെ ആയിപ്പോയി, അതുകൊണ്ടാണ് ആരിഫ് ഇങ്ങനെ ആയി എന്നൊക്കെ നമ്മളുടെ കാക്കമാർ കോയമാർ പറയണ മാതിരി ഇവിടെ ശ്രീത്ത് വന്നിട്ട് അതിനെ ഡിഫെൻഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് അങ്ങനെയല്ല, കുറച്ച് ശ്ലോകം പുള്ളി നമ്മളെ ശ്യാംകുമാർ കുറേ ഒരു പുസ്തകം മുഴുവൻ പൊക്കിക്കൊണ്ടാണ് വന്നിരുന്നതാണ് നമുക്കവിടെ കാണാതിരിക്കുന്നത്. മീൻസ് അവിടെ കയ്യിൽ മുഴുവൻ പുസ്തകങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ എന്തായിരിക്കും കൂടുതലും ശ്ലോകങ്ങൾ, ഒരു ശ്ലോകം എടുക്കാനേ സമയം കിട്ടിയുള്ളൂ, 1-2 ശ്ലോകം മാത്രമേ ചൊല്ലിയുള്ളൂ, ബാക്കിയുള്ളതൊന്നും എടുക്കേണ്ടി വന്നില്ല എന്നുള്ളത് വേറെ ഒരു ദുഃഖ സത്യം. പോട്ടെ, നമ്മൾ തൽക്കാലത്തേക്ക് ക്ഷമിക്കും, കുറേ ശ്ലോകം നമ്മൾ കേട്ടതാണല്ലോ. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്? ശ്രീത്ത് ഈ പറയുന്ന ഈ ഹിന്ദുത്വ വിമർശനമോ അല്ലെങ്കിൽ ഹിന്ദു മത വിമർശനമോ തള്ളുന്നില്ല, ആ വിമർശനത്തെ ഉൾക്കൊള്ളുന്നു. പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റും കൂടിയുണ്ട്, ഈ പറയുന്ന ജാതീയത എന്ന് പറയുന്നത്, ജാതി വ്യവസ്ഥിതി എന്ന് പറയുന്നത് അതൊരു സോഷ്യൽ റിയാലിറ്റിയാണ്. അത് ഡിനൈ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ഓൾമോസ്റ്റ് ലൈക്ക് ഡിനൈങ് ഹോളോകോസ്റ്റ് എന്നാണ് പുള്ളി പറഞ്ഞത്. അതായത് നമ്മളുടെ ജൂതക്കൂട്ടക്കൊല എന്ന് പറയുന്ന സാധനത്തെ നമ്മൾ എങ്ങനെ ഡിനൈ ചെയ്യുന്നു, അതിന് തുല്യമാണ് ഈ പറയുന്ന ഈ ജാതി വ്യവസ്ഥിതിയും അതുകൊണ്ടുണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകളെയും ഡിനൈ ചെയ്യുക എന്ന് പറയുമ്പോൾ അതിൽ പരം ഇനി അതിനകത്ത് കൂട്ടിച്ചേർക്കേണ്ടതായിട്ടുള്ള ഒരു സാധനമില്ല. ദാറ്റ്സ് ദ എപ്പിറ്റോമി. ഇതാണ് അവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ എന്താ പിന്നെ അവിടെ സംഭവിക്കുന്നത്? പിന്നെ സംഭവിക്കുന്നത് ഇതിനകത്ത് തെളിവുകളുള്ള, പറയാൻ പറ്റുന്ന, ആർക്ക് പോലും തപ്പി നോക്കിയാൽ കാണാൻ കഴിയുന്ന കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ എന്ന്, അക്ഷരവിദ്യാഭ്യാസമുള്ള, ചോറ് തിന്നണമെന്നൊന്നും പറയുന്നില്ല, നിങ്ങൾ ഒരു മണി അരിയെങ്കിലും വാരി തിന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന സാധനങ്ങൾ ഇതല്ലേ നമ്മളിവിടെ കണ്ടതും കേട്ടതും. അതുകൊണ്ടാണ് ശ്രീത്തിന് അവിടെ കയ്യടി കിട്ടിയത്. അപ്പോൾ തിരിച്ചായിരുന്നു സംഭവിച്ചിരുന്നെന്നുണ്ടെങ്കിൽ ശ്രീത്ത് ഇതൊന്നും അല്ല ചെയ്തത്, അവിടെ വന്നു നിന്നിട്ട് ഈ ഹിന്ദു മതത്തെ ഡിഫെൻഡ് ചെയ്യുന്നു, ഒരു സായി ദീപക്കായി മാറി, ഒരു മലയാളി സായി ദീപക്കായി മാറി എന്ന് വിചാരിക്കുക.
അങ്ങനെയായിരുന്നു എന്നുണ്ടെങ്കിൽ ഈ കയ്യടി മുഴുവൻ കിട്ടുക ഈ പറയുന്ന സണ്ണി കപ്പിക്കാടിനും അതുപോലുള്ള ആളുകൾക്കും കിട്ടുന്നു, എന്നിട്ട് ഈ പറയുന്ന ശ്രീധന് കൂവലും കിട്ടും. ഇതല്ലേ സംഭവിക്കുക. അപ്പോൾ പറയാവുന്ന കാര്യങ്ങൾ ബോധം ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ആര് പറഞ്ഞാലും കയ്യടി കിട്ടും. അത് ഞാൻ പറഞ്ഞാലും കിട്ടും, ശ്രീധ പറഞ്ഞാലും കിട്ടും, കപ്പിക്കാട് പറഞ്ഞാലും കിട്ടും, ശ്യാംകുമാർ പറഞ്ഞാലും കിട്ടും, നിങ്ങൾ ആര് പറഞ്ഞാലും കിട്ടും. ഇതാണ് നമ്മളെപ്പോഴും പറയുന്നത്. അപ്പോൾ ഈ കയ്യടികൾ എന്ന് പറയുന്നത് ആർക്കും കിട്ടുന്ന കാര്യമാണ്. ഇതൊന്നും ആർക്കും ഒരു പ്രത്യേകമായ ദിവ്യമായ എന്തെങ്കിലും കഴിവുകളുടെ അടിസ്ഥാനത്തിൽ ലഭിക്കുന്ന എന്തെങ്കിലും വരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ലഭിക്കുന്ന സാധനങ്ങളല്ല. നിങ്ങൾ നല്ലത്, ശരിയായത്, വസ്തുതകൾ സെൻസിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് കയ്യടി കിട്ടും. ഒന്നത്. രണ്ട്, ഈ പറയുന്ന സാധനങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുത്താൽ മാത്രമേ മനസ്സിലാവുള്ളൂ, ബാക്കിയുള്ള ആളുകൾക്കൊന്നും മനസ്സിലാവില്ല എന്നൊരു തെറ്റിദ്ധാരണ ഇവിടെ പൊതുവേ ഉണ്ട്. പ്രത്യേകിച്ച് ഇതുപോലെയുള്ള ഈ ജാതി വാണങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണ് അവരുടെ കൂടെ നടക്കുന്ന ഈ ഒരു എക്കോ ചേംബറിലുള്ള ആളുകളുമായിട്ട് മാത്രം സംവദിക്കുകയും അവരോട് മാത്രം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നടക്കുകയും ചെയ്യാം. ഞാനൊരു പരിപാടിക്ക് പോയി തൃശ്ശൂർ, 13.8 ചാനലിൻ്റെ പരിപാടിയാണ്. അപ്പോൾ ആ പരിപാടിയിൽ ഞാൻ അവിടെ വന്നിരിക്കുമ്പോൾ കപ്പിക്കാടിൻ്റെ പരിപാടി സ്റ്റേജിൽ നടക്കുകയാണ്. അപ്പോൾ ഞാൻ അവിടെ ഇരുന്നത് കേൾക്കുകയാണ്. അപ്പോൾ പുള്ളി അവിടെ പറയുന്നു, ഞാനിവിടെ ഇരുന്ന് കേൾക്കുന്നു. അപ്പോൾ പരിപാടി കഴിഞ്ഞ് സ്വാഭാവികമായിട്ടും ഏതൊരാളും പരിപാടി കഴിഞ്ഞ് താഴേക്ക് ഇറങ്ങുമ്പോൾ അവിടെ മുന്നിലിരിക്കുന്ന ആളുകളെ ചിലപ്പോൾ ഒന്ന് കാണും, കൈ കൊടുക്കുകയൊക്കെ ചെയ്യും. ഇതാണ് സംഭവിക്കാറുള്ളത്. നമ്മളൊക്കെ എപ്പോഴും ചെയ്യുന്നതാണ്. നമുക്ക് കൈ തരാറുണ്ട്, നമ്മൾ ആളുകൾക്ക് കൈ കൊടുക്കാറുണ്ടൊക്കെ ഉണ്ട്. പക്ഷേ ഈ കപ്പിക്കാട് അന്ന് നമ്മളെ കണ്ടിട്ട് ആ ഭാഗത്തേക്ക് നോക്കാതെ മാറി നടന്നു കളഞ്ഞ ഒരു മനുഷ്യനാണ്. അപ്പോൾ ഇവരൊക്കെ കൊണ്ട് നടക്കുന്നത്, അപ്പോൾ ഞാൻ അങ്ങോട്ട് ചെല്ലുകയാണ് കൈ കൊടുക്കാൻ വേണ്ടിയിട്ട്, പക്ഷേ ആൾ തിരിഞ്ഞു നോക്കുന്നില്ല. ഇതാണ് അവസ്ഥ. അപ്പോൾ എന്താ ഇവിടെ കാണുന്നത്? അതായത് അയിത്തം, ജാതി വിവേചനം, ഇതുപോലുള്ള സാധനങ്ങൾക്കൊക്കെ എതിരെ സംസാരിക്കുന്നു. ഞങ്ങൾ അതിൻ്റെ കുലപതികളാണ്, അതിനൊക്കെ ഫൈറ്റ് ചെയ്യുന്ന, നമ്മൾ അതിൻ്റെ പോരാളികളാണെന്നൊക്കെ പറയുന്ന ആളുകൾ അവരല്ലേ യഥാർത്ഥത്തിൽ ഈ ആയുധം കൊണ്ടു നടക്കുന്നത്. അവർ ഈ ആധുനിക ആയുധം കൊണ്ടു നടക്കുകയാണ്. അവർ ഈ പറയുന്ന ആയുധ അൺടച്ചബിലിറ്റി കൊണ്ടു നടക്കുകയാണ്. ആധുനിക അൺടച്ചബിലിറ്റി, ഇതാണ് അവർ ചെയ്യുന്നത്. എന്നിട്ട് അവർ സ്വയം വിളിക്കുന്നത് ഞങ്ങൾ ഭയങ്കര ജാതിവാദികളാണ്, ജാതി വിവേചനത്തെ ഇങ്ങനെ ബോംബിട്ട് തകർക്കുന്ന ആളുകളാണെന്ന് പറഞ്ഞ് എഴുന്നള്ളിച്ച് നടക്കുകയും ചെയ്യും. ഇവരുടെ വാക്കും പ്രവൃത്തിയും തമ്മിൽ പുലബന്ധമില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുക. ഇവർ കൊണ്ടു നടക്കുന്നത് കൃത്യമായ ഇത്തരം ജാതി വിവേചനവും ഇതുപോലുള്ള കാര്യങ്ങളാണ്. അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണ് എന്നും കൂടി ഇവർ മനസ്സിലാക്കാം. ഇതാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഇപ്പോൾ ഇതിനൊക്കെ ശേഷം നമ്മൾ വീണ്ടും കണ്ടു ഇവരൊക്കെ ഗ്രൂപ്പായിട്ട് നിന്ന് ഫോട്ടോ എടുക്കുമ്പോൾ ഇവിടെ പറയുന്ന അതിൻ്റെ കമൻറ്റിൽ കണ്ടത്, അല്ലെങ്കിൽ അവർ എൻ്റെ ക്യാപ്ഷനിൽ ഇട്ടിരിക്കുന്നത് എന്താണ്, എന്തോ ഒരു ക്യാപ്ഷൻ ഇട്ടിരിക്കുകയാണ്, അവർ 3 പേര് മാത്രം, അതായത് 4 പേര് കൂടി നിന്നിട്ടുള്ള സെൽഫി ഇല്ല, ഇവർ 3 പേരും മാത്രം. അപ്പോൾ ഏതൊരു കൂട്ടത്തിലേക്ക് ചെന്ന് കഴിഞ്ഞാലും അവരുടെ ആളുകളെ മാത്രം തേടി പിടിച്ച് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിപ്പിടിക്കണ മാതിരി ഇവർ ആ ജാതി 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 ഇന്ന ജാതി ആ ജാതി ഓക്കെ വരി നമ്മളൊക്കെ ഒന്നാണ് എന്ന് പറഞ്ഞിട്ട് അവരുടെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കിയിട്ട് എങ്ങനെയാണോ ഈ സെൽഫ് ആയിട്ട് ഈ അപരവൽക്കരണം നടത്തുന്നത്, സ്വയം അപരവൽക്കരിക്കുന്നത്, ഇതാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ അതാണ് എപ്പോഴും പറയാറുള്ളത്, റിവേഴ്സ് കാസ്റ്റിസവും ഒരു കാസ്റ്റിസമാണ് എന്ന് തിരിച്ചറിയാത്ത കാലത്തോളം നിങ്ങൾ ഈ നടത്തുന്ന ഈ ജാതി വിരുദ്ധത എന്ന് പറഞ്ഞുകൊണ്ട് നടത്തുന്ന ഈ പൊറാട്ട് നാടകം എന്ന് പറയുന്നത് അത് നല്ല ഒന്നാന്തര ഉടായ്പ പരിപാടിയാണെന്ന് എനിക്ക് പറയാനുള്ളൂ. ഇതൊരു കാപട്യമാണ്. ഇനിയെങ്കിലും നാട്ടുകാർ തിരിച്ചറിയാമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത് കണ്ട് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ പരിപാടി നമ്മൾ പണ്ടേ ഉപേക്ഷിച്ചു. നമ്മൾ അതിനകത്ത് പറയേണ്ട കാര്യം നമ്മൾ പറയുന്നു. അവിടെ കൊടുക്കേണ്ട റിസർവേഷൻ വേണ്ടാന്നൊന്നും നമ്മൾ ഇപ്പോഴും പറയുന്നില്ല. നമ്മൾ പറയുന്നത് എന്താണ്, ഇപ്പം നടക്കുന്ന റിസർവേഷൻ അത് ഒരു ഗുണവും ചെയ്യുന്ന കാര്യമല്ല. അതിനെ ഉടച്ചു വാർക്കണം. അത് ഉടച്ചു വാർത്ത് ലഭിക്കേണ്ട ആളുകൾക്ക് ലഭിക്കുന്ന അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കണം. ഇന്നിവിടെ നടക്കുന്ന എന്താണ്, ഈ പറയുന്ന കുറേ ഈ തരത്തിലുള്ള താഴ്ന്ന ജാതികളിലുള്ള കുറേ ബ്രാഹ്മണന്മാരുണ്ട്. അവർക്ക് ഈ സാധനം കിട്ടാൻ വേണ്ടിയിട്ട് ഈ ജാതിയുടെ അടിസ്ഥാനത്തിലുള്ള റിസർവേഷൻ നിലനിർത്തുക എന്ന് പറയുന്നത് അവരുടെ ഒരു സാമ്പത്തിക ആവശ്യം മാത്രമാണത്. അതൊരു പവർ പൊളിറ്റിക്സിൻ്റെ ഭാഗമായിട്ടും കൂടി അവർ മാറ്റിയിരിക്കുകയാണ്. അതൊരു ഐഡൻറ്റിറ്റി പൊളിറ്റിക്സിൻ്റെ ഗെയിമായിട്ട് അവർ മാറ്റിയിരിക്കുകയാണ്. ഇതാണ് അവിടെ നടക്കുന്നത്. അതല്ലാതെ അതിനകത്ത് അർഹരായ ആളുകളിലേക്ക് ഇതെത്തുന്ന രീതിയിലല്ല ഇത് നിലനിൽക്കുന്നത്. അങ്ങനെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ നമ്മുടെ ചോദ്യം, ഈ ഉപജാതി സംവരണം അത് ഇവിടെ നടക്കണമെന്ന് പറഞ്ഞപ്പോൾ എന്തിനാണ് ഇവർ അതിനെതിരെ നിന്നിട്ട് അതിന് എതിർക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഹർത്താൽ നടത്തിയത്? കാരണം ഉപജാതി സംവരണം കൊണ്ടുവന്നത് എന്തിനാ? താഴ്ന്ന ജാതികളിൽപ്പെട്ടിട്ടുള്ള ചില ആളുകൾ കേസിന് പോയി, അവർക്ക് ഈ പറയുന്ന ആനുകൂല്യങ്ങൾ കിട്ടുന്നില്ല, അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നില്ല എന്ന് പറഞ്ഞു ചെന്നപ്പോൾ അവർക്കത് കിട്ടാൻ വേണ്ടിയിട്ട് ഈ താഴ്ന്ന ജാതികളിൽ ഒരു ഉപജാതി സംവരണം കൂടി കൊണ്ടുവന്ന് അവർക്ക് കൂടുതൽ പ്രാമുഖ്യം കിട്ടുക, അതായത് അർഹരായ അവരിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ശ്രമിക്കണമെന്ന് പറഞ്ഞപ്പോൾ അതിനെ എതിർത്തത് ഈ പറയുന്ന താഴ്ന്ന ജാതികളിലെ ഈ ബ്രാഹ്മണന്മാരാണ്.
ഇതാണ് ഇവിടുത്തെ കാണുന്ന കാഴ്ച. എന്നിട്ട് ഇവർ വിളിക്കുന്ന ബാക്കിയൊക്കെ അങ്ങോട്ട് പോകും. പിന്നെ ഇതിൻ്റെയൊക്കെ ഉള്ളിലുള്ള ഉടായ്പ നമ്മൾ എപ്പോഴും പറയാറുണ്ട്. ഇവർ പരസ്യം കൊടുക്കുമ്പോൾ എന്താ ചെയ്യുക? ഇവർ കല്യാണം കഴിക്കുമ്പോൾ ഇവരെപ്പോഴും ഒന്നുകിൽ അവരുമായി സമമായി നിൽക്കുന്ന ആളുകളോ അല്ലെങ്കിൽ അതിന് മുകളിലുള്ള ആളുകളോ, ബ്രാഹ്മണനെയൊക്കെ നിങ്ങൾ വിടുക, ഈ താഴ്ന്ന ജാതികളിൽ പെട്ടിട്ടുള്ള ആളുകൾ അതിലും താഴെയുള്ള ആളുകളുമായിട്ട് കല്യാണം കഴിക്കുമോ? ഇല്ലല്ലോ. സമത്വം എന്ന് പറയുമ്പോൾ അതിലും താഴെയുള്ള ആളുകളായിട്ട് ഇവർ സമത്വം ആഗ്രഹിക്കുമോ? ഇല്ലല്ലോ. അവരെപ്പോഴും അതിന് തുല്യമായതോ അല്ലെങ്കിൽ അതിന് മുകളിലോ ഇതാണ് അവരെപ്പോഴും എടുക്കാറുള്ളൂ. അതുകൊണ്ടല്ലേ ഈ പറയുന്ന ഈ താഴെ ഉള്ള എന്ന് പറയപ്പെടുന്ന ഈ ജാതിക്കൂട്ടങ്ങളിൽ നിന്ന് ഇവരെന്ത് ചെയ്യും? പരസ്യം കൊടുക്കുമ്പോൾ വിവാഹം ആലോചിക്കുന്നു SC/ST ഒഴികെ എന്ന് എഴുതി വെക്കും. കാരണം എന്താണ്? അവരൊക്കെ ഷെഡ്യൂൾഡ് കാസ്റ്റും ഷെഡ്യൂൾഡ് ട്രൈബാണ്. നമ്മൾ അതൊന്നും പറ്റില്ല. അതിന് മുകളിലുള്ളതൊക്കെ ആണെങ്കിൽ നമുക്കൊക്കെ എന്ന് പറയുന്നത് ആരാണ്? ബ്രാഹ്മണനല്ല, ഈ പറയുന്ന താഴ്ന്ന ജാതികളിൽ പെട്ടിട്ടുള്ള ആളുകൾ തന്നെയാണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ആദ്യം ഒന്ന് പരിഷ്കരിച്ചിട്ട് മതി ഇൻ ജാതിയുള്ള വലിയ എഴുന്നള്ളിപ്പ്. നിങ്ങളെ കൊണ്ട് എടുത്താൽ കൂട്ടിയാൽ കൂടുന്ന കാര്യമല്ല ഈ പറയുന്ന സാധനം എന്നുള്ളതാണ് എപ്പോഴും നമ്മൾ പറയാറുള്ളത്. അത് ഒന്നുകൂടി ഇവിടെ ഞാൻ ആവർത്തിക്കുകയാണ്. ഇനി ഞാൻ പറഞ്ഞ രണ്ടാമത്തെ കാര്യം അത് തന്നെയാണ്. ഇതെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്ന ബോധമുള്ള മനുഷ്യന്മാരാണ് ചുറ്റുമുള്ളത് എന്നുള്ളൊരു ധാരണ അത് നമുക്ക് എല്ലാവർക്കും വേണം. അതുണ്ടെങ്കിൽ മാത്രമാണ് ഈ കാര്യങ്ങൾ വിജയിക്കുള്ളൂ. ഇവിടെ സംസാരിക്കുമ്പോൾ ശ്രീത്ത് പണിക്കർക്ക് ആ ധാരണയുണ്ട്. എന്നാൽ ഇവർക്ക് അങ്ങനെയല്ല. ഇവരുടെ ധാരണ എന്താണ്? ഞങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ മാത്രം വിശ്വസിക്കുകയും അത് വിഴുങ്ങുകയും ചെയ്യുന്ന ആളുകളാണല്ലോ ഇവിടെ ഇരിക്കുന്നത്. അവരെ നമുക്ക് എന്ത് വേണേലും പറഞ്ഞ് പറ്റിക്കാം എന്ന തെറ്റിദ്ധാരണ അതാണ് ഇവിടെ പാളിപ്പോയത്. കാരണം അത് തിരിച്ചറിഞ്ഞിട്ട് ഈ ഒരു ട്രാപ്പ് മനസ്സിലാക്കിയിട്ട് അവസാനം ഒരാൾ അവിടെ ഒരു പ്രതികരണം നടത്തുന്നുണ്ട്. അയാൾ പറയുന്നത് നിങ്ങൾ കേട്ടു നോക്കുക. അയാളെ സ്വയം വിശേഷിപ്പിക്കുന്നത്, പരിചയപ്പെടുന്നത് ഞാനും ഒരു ദളിതനാണ് എന്ന് പറഞ്ഞിട്ടാണ് അയാൾ അവിടെ പറയുന്നത്. നിങ്ങളതൊന്ന് കേൾക്കുക. ഇതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് ഞാൻ പറയാം. ഈ ഒരു സാധനം കൂടി കണ്ടപ്പോഴൊക്കെയാണ് നമ്മൾ ഇതിനെക്കുറിച്ച് പറയണം. ഇത് ഇനിയും പറയാതിരിക്കാൻ പറ്റുന്ന വിഷയമല്ല. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഈ ജാതിവാദികളുമായിട്ട് നമ്മൾ ഈ ഒരു ഹെക്ലിങ്ങിന് നമ്മൾ നിൽക്കാറില്ല. കാരണം എന്താണ്? ഇവരെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല. ഇവരൊന്ന് പറഞ്ഞ അടുത്തന്നെ ഞാൻ താഴ്ന്ന ജാതി ആയതുകൊണ്ടല്ലേ നീ ഇങ്ങനെ കയറുന്നതെന്ന് പറഞ്ഞ് ഉടനെ ജാതി കാർഡ് എടുത്ത് ഇറക്കും. അല്ലാതെ ഇവർക്ക് ഒരു കാര്യവും പറഞ്ഞ് വിജയിപ്പിക്കാനോ അതിനെ ഡിഫെൻഡ് ചെയ്യാനോ ഇവർക്ക് സാധിക്കില്ല. ഒരു പോയിന്റും പറയാൻ കഴിയില്ല. ഉടനെ ഇറക്കുന്ന എന്താണ്? ജാതി കാർഡ്. ഇതാണ് ഇവർ ഇറക്കുക. ഈ റിവേഴ്സ് കാസ്റ്റിസ് ആണ് ഇവരുടെ ആകെ കൂടിയുള്ള തുറുപ്പ് ചീട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ പേരിൽ തൂങ്ങാൻ സമയമില്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഇടപെടാത്തത്. പക്ഷേ ഇവിടെ ഒരു ദളിത് വിഭാഗത്തിൽപ്പെട്ടുള്ള ആൾ സ്വയം പരിചയപ്പെടുത്തിക്കൊണ്ട് പറയുകയാണ് ഞാനൊരു ദളിതനാണ്, പക്ഷേ ഇവിടെ ശ്രീത്തിൻ്റെ ഭാഗത്താണ് ശരിയെന്ന് പറയുന്ന രീതിയിലേക്ക് വരുമ്പോൾ അത് നിങ്ങളൊന്ന് കേൾക്കുക. ഒന്നെടുത്തോളൂ. അദ്ദേഹം ഡോക്ടർ അംബേദ്കർ കൃത്യമായിട്ട് ഇസ്ലാമിനെ വിമർശിച്ചിട്ടുണ്ട്. അംബേദ്കർ ചർച്ച ചെയ്യുമ്പോൾ അതും പറയണം. അത് പറയാനും ഒരു ധൈര്യമില്ല. ഞാനൊരു ദളിതാണ്, പക്ഷെ ഇദ്ദേഹത്തിന്റെ അഭിപ്രായത്തോടെ എനിക്ക് യോജിപ്പുള്ളത്. നമ്മളൊരു ദളിതന്മാരാ. ഇവർക്കെല്ലാം വെള്ളം കോരി നമുക്ക് നല്ലതാണ്. വളരെ വിമർശിക്കുന്ന ആൾക്കാരാണ്. ഇസ്ലാമിനെ വിമർശിക്കണം. അംബേദ്കർ വളരെ ഇല്ല, അത് പറ്റൂല. എല്ലാ അഭിപ്രായങ്ങളോടും മനോരമയ്ക്ക് തുറന്ന സമീപനം തന്നെ. മാത്രമല്ല, അംബേദ്കർ ബുദ്ധമൊന്നും സ്വീകരിക്കുമെന്ന് പറയാൻ കാര്യമുണ്ട്. മതം മാറുമ്പോഴും നമ്മുടെ ദളിതരുടെ ദേശീയ സ്വഭാവം നഷ്ടപ്പെടാൻ പാടില്ല. മനസ്സിലായി? രാജ്യത്തിന് അപകടത്തിലേക്ക് കൊണ്ടുപോകരുത്. രാജ്യ താല്പര്യങ്ങൾക്ക് വിരുദ്ധമാകരുതും. അതുകൊണ്ടാണ് ബുദ്ധമതം സ്വീകരിക്കുന്നത്. ഇവർക്ക് ഇതൊന്നും പറയാൻ ധൈര്യമില്ല. നമുക്ക് ഇത് ഈ സെഷൻ ഇങ്ങനെ സംഭവിച്ചുപോയി. നമുക്കത് പരിഹരിക്കാം. ഇങ്ങനെ ഒരു പ്രശ്നം പുറത്ത് യൂത്ത് ഒരുപാട് തെറ്റിദ്ധരിച്ചു പോയി. തെറ്റിദ്ധരിക്കുന്ന സ്പീച്ച് അവർ കേട്ടു. അത് തിരുത്താനുള്ള സമയം കൊടുത്തില്ല. ശരിയല്ലേ? അവരെല്ലാവരോടും അത് മാത്രം കേട്ടു. ഒരു പ്രശ്നമല്ലോ കേൾക്കാൻ. അപ്പോൾ അംബേദ്കർ ആയിട്ടുള്ള ആളുകൾ പറയാണ്. അതായത് അവിടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ശ്യാംകുമാർ പറഞ്ഞത്. അതായത് ശ്രീത്ത് പണിക്കർ പറഞ്ഞത് എന്താണ്? അതായത് അവിടെ കുറേ പ്രശ്നങ്ങളുണ്ട്, അംബേദ്കർ ഇസ്ലാമിനെ കുറിച്ച് അത് പറഞ്ഞു ഇത് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ശ്യാംകുമാർ അതിന് കൊടുക്കുന്ന മറുപടി എന്താ? ഒക്കെ ശരിയാണ്, പക്ഷേ അംബേദ്കർ കത്തിച്ചത് എന്താണെന്നാണ് പറഞ്ഞത്? അത് മനുസ്മൃതിയാണ്, ഖുറാനല്ല എന്ന് പറഞ്ഞ ഒരു കാഴ്ച നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എത്ര വില കുറഞ്ഞ ഒരു സാധനമാണെന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പം ഞാനിവിടെ മതം വിടുന്നു. ഞാൻ എന്തിനാ പോയിട്ട് മനുസ്മൃതി കത്തിക്കേണ്ട കാര്യം എനിക്കെന്താ ഉള്ളത്? ബൈബിള് പോയിട്ട് കത്തിക്കേണ്ട കഥ എനിക്കെന്താ ഉള്ളത്? എന്തിന്? ബാലമംഗളം പോലും ഞാൻ കത്തിക്കേണ്ട കാര്യമില്ല. പക്ഷെ ഞാൻ കത്തിക്കേണ്ടത് ഏതാ? ഖുറാനല്ലേ. കാരണം ഞാൻ നിന്ന മതം, എന്നെ ബാധിച്ച മതം അതേതാണ്? അത് ഇസ്ലാമാണ്. അതിൻ്റെ സാധനമല്ലേ ഞാൻ കത്തിക്കുക. ആ ഒരു സിമ്പിൾ സാധനം പോലും ഓർക്കാതെ അല്ലെങ്കിൽ അതിനെ കാണാൻ കഴിയാത്ത ആളാണ് PhD ഒക്കെ ആണ് നാട്ടാൾ പറയുന്നത്. അതൊന്നും നമ്മളല്ല പറയുന്നത്, അവർ തന്നെ എഴുന്നള്ളിച്ചുകൊണ്ടൊക്കെ നമുക്ക് കാണാൻ വഴിയും. അയാളാണ് പറയുന്നത് അംബേദ്കർ കത്തിച്ചത് മനുസ്മൃതിയാണ്, ഖുറാനല്ലാന്ന്. അപ്പോൾ ഈ സാധനം ഇവർക്ക് തിരിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഇവിടെ ഈ അംബേദ്കർ ആയിട്ടുള്ള ആൾ, ഈ ദളിതൻ എന്താ പറഞ്ഞത്? പുള്ളി പറഞ്ഞെന്താ?
ആളോടൊക്കെ നമുക്ക് ബഹുമാനം, കാരണം ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്നത് ശരിയാണ് എന്ന് മനസ്സിലാക്കി അത് എടുക്കാനുള്ള ഒരു അവകാശം ഇവിടെ ഉണ്ട്, ആ ഫ്രീഡം ഇവിടെ ഉണ്ട്. ഇത് യൂട്ടിലൈസ് ചെയ്യാൻ ഉള്ള ഒരു അവസരം നമ്മൾ കൊടുക്കുന്നില്ല. ഈ പറയുന്ന നേതാക്കന്മാർ അവർ പിടിച്ചു വെക്കുകയാണ് ചെയ്യുന്നത്. ഈ അംബേദ്കറൈറ്റുകളായിട്ടുള്ള ആളുകൾ അവർ തന്നെ പറയണം ഈ ഉടായ്പ നമ്മൾ കുറേ ആയി കാണുന്നു, അവർ കൂടെ നമ്മൾ കുറേ വെള്ളം കോരിയിട്ടല്ലേ എന്നൊക്കെ അവിടെ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ടാവും. ഇത് തന്നെയാണ് ഇവിടെ നടക്കുന്നത്. ഇങ്ങനെ ആളുകളെ പറ്റിച്ചുകൊണ്ട് നടക്കുകയായിരുന്നു കുറേ കാലം, അത് ഇന്ന് പൊളിഞ്ഞു. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിത് പണ്ടേ നമ്മൾ പറഞ്ഞ് നടക്കുന്ന ഒരു സാധനമായിരുന്നു. പക്ഷേ ഇതൊരു പൊതുവേദിയിൽ ഇതേപോലെ കിട്ടുന്നത്, ഇവരെ നമ്മൾ പലപ്പോഴും നമ്മൾ സംവാദങ്ങൾക്ക് വിളിച്ചിട്ട് ഇവർ മുങ്ങി നടക്കുമായിരുന്നു. നമ്മൾ അബ്ദുള്ള ബാസിൽ മുങ്ങി നടക്കണ മാതിരി ഇവരത് തന്നെയായിരുന്നു പരിപാടി. പക്ഷേ ഇവിടെ വന്ന് പെട്ടു, അതാണ് ഉണ്ടായത്. അപ്പോൾ ഇതിൽ കയ്യോടെ പിടിക്കപ്പെടുക മാത്രമല്ല, വലിയ തോതിൽ അത് എക്സ്പോസ് ചെയ്യപ്പെടുന്നൊരവസ്ഥ ഉണ്ടായി. ഇത് വലിയ ചർച്ചയായി എന്ന് പറയുമ്പോൾ ഇതിൽ പരം ഒരു ക്ഷീണം ഇനി ഇല്ല. ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ, ഇന്ത്യയിൽ ഈ പറയുന്ന ഇസ്ലാമിസ്റ്റുകൾ ഒരു തരികിടെ നടക്കില്ല എന്ന് പറയുമ്പോൾ അതിനുള്ള ഒരു കാരണം നമ്മൾ എപ്പോഴും ഞാൻ പണ്ടും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അതിന് ഒരേ ഒരു കാരണമേ ഉള്ളൂ, ആ പ്രധാനപ്പെട്ട കാരണം, അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ ഒരു ഇൻവേഷൻ അത് ഇവിടെ നടത്താതിരിക്കാൻ, അതിനെ അനുവദിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയൊരു തൂണ് ഇവിടെ പണിത് വെച്ചിട്ടുണ്ട്. അത് പണിത് വെച്ചത് ആരാണ്? അത് അംബേദ്കറാണ്. കാരണം എന്താണ്? അംബേദ്കറിന് അത് ചെയ്തതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഏതൊരു നാട്ടിലും ഒരു വലതുപക്ഷ ശാക്തീകരണം സംഭവിക്കും. ഇപ്പോൾ ഒന്ന് യൂറോപ്പിലൊക്കെ കാണുന്നു, US കാണുന്നു എന്ന് പറയുമ്പോൾ അവിടെ സംഭവിക്കുന്ന എന്താണ്? അത് തീവ്ര വലതുപക്ഷമാണ്, അത് തീവ്ര വലതാണ് എന്നൊക്കെ പറഞ്ഞ് അതിനെ എതിർക്കാൻ നമുക്ക് കഴിയുമ്പോൾ അതിനെ ഡിഫെൻഡ് ചെയ്യാൻ വലതുപക്ഷക്കാർക്ക് പോലും കയ്യിലൊന്നുമില്ല അവിടുത്തെ. പക്ഷേ നിങ്ങൾ ഈ സെയിം സാഹചര്യം ഇന്ത്യയിൽ വന്നു കഴിയുമ്പോൾ ഇവിടെ അത്തരത്തിലുള്ള ഒരു ഇസ്ലാമികവൽക്കരണം, അതിൻ്റെ ഭാഗമായിട്ടുള്ള തീവ്രവാദവും അത്തരത്തിലുള്ള ഈ കമ്മ്യൂണൽ ആയിട്ടുള്ള ഒരു ടെൻഷൻ ഇവിടെ വർദ്ധിച്ചു കഴിയുമ്പോൾ അതിന് മറുപടി എന്നോണം ഒരു വലതുപക്ഷ ശാക്തീകരണം ഇവിടെ ഉണ്ടായി വരുമ്പോൾ അവർ പറയുന്ന വാദങ്ങളെ നിങ്ങൾക്ക് ഖണ്ഡിക്കാൻ ഒരേ ഒരു സാധനം അന്നും ഉണ്ടാവുള്ളൂ. അതേതാണ്? നിങ്ങൾ തീവ്ര വലതാണ്, നിങ്ങൾ വർഗീയതയാണെന്ന് പറയുമ്പോൾ എങ്ങനെയാണോ അത് യൂറോപ്പിൽ ഫലിച്ചത് അതേപോലെ ഇന്ത്യയിൽ ഫലിക്കില്ല. കാരണം എന്താണ്? ഇവിടുത്തെ വലതുപക്ഷത്തിന് അതിന് മറുത്ത് പറയാൻ ഒരു ആയുധം കയ്യിലുണ്ട്, ഒരു വജ്രായുധം അവരുടെ കയ്യിലുണ്ട്, ഒരു ബ്രഹ്മാസ്ത്രം അവരുടെ കയ്യിലുണ്ട്. ആ അസ്ത്രം എന്താണ്? അതാണ് അംബേദ്കർ. അപ്പോൾ ഇവർ മുന്നോട്ട് വെക്കും എന്ത്? ഇതൊക്കെ പണ്ടേ അംബേദ്കർ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഇതാണ് ഇവിടെ നടക്കുന്നത് എന്ന് അവർ പറയും. ഇതാണ് ഞാൻ പണ്ടും പറയാറുള്ളത്. അത് തന്നെയാണ് ഇനി ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ അവർ പറയതേ, ഓ അങ്ങനെ ഉണ്ടല്ലേ, എന്നാൽ പിന്നെ നമ്മൾ അത് കാര്യമായിട്ട് എടുക്കണമല്ലോ എന്ന് പറയും. അതായത് ഈ വലതുപക്ഷമാണ്, ഇത് ഹിന്ദുത്വമാണ്, തീവ്രവാദമാണ് എന്ന് പറയുന്ന സാധനത്തെ വെള്ളമൊഴിച്ച് കെടുത്തുക, അല്ലെങ്കിൽ ആ ഒരു വാദത്തെ അവിടെ ശമിപ്പിച്ചുകൊണ്ട് യാഥാർത്ഥ്യ ബോധത്തിലേക്ക് ആളുകളെ കൊണ്ടെത്തിക്കാൻ ഇവിടെ വഴിവെക്കുന്ന ഒരു അവസ്ഥ. ഞാൻ പറയുന്നത് ഇതിനെ ഒളിപ്പിച്ചു വെക്കുക എന്നുള്ളതല്ല, യാഥാർത്ഥ്യ ബോധത്തിലേക്ക് ആളുകളെ കൊണ്ടെത്തിക്കാൻ ഈ പറയുന്ന അംബേദ്കറിന് സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഇന്ത്യക്ക് ലഭിച്ച ഒരു വലിയൊരു നിധിയാണെന്നാണ് ഞാൻ ആ ഒരു നിലയിൽ നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് നമ്മളൊക്കെ ധൈര്യത്തോടുകൂടി നിൽക്കുന്നത്. നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നമുക്കുള്ള വിശ്വാസത്തിൻ്റെയും ഇവിടെ ഇന്ത്യയിൽ നമുക്കിത് രക്ഷിക്കാൻ കഴിയും. ഞാൻ വളരെ ഓപ്റ്റിമിസ്റ്റിക് ആയിട്ട് എപ്പോഴും നിൽക്കുന്നതിൻ്റെ ഒരു കാരണം അതാണ്. ഇവിടെ അതിനുള്ള വഴിയുണ്ട്, ഈ മരുന്ന് ഇവിടെ ഉണ്ട്, ഈ ബ്രഹ്മാസ്ത്രം ഇവിടെ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. അത് തന്നെയാണ് അതിൻ്റെ കാരണം. പിന്നെ അതിനോടൊപ്പം നമ്മൾ പറയാറുണ്ട്, ഈ പറയുന്ന ഈ ഇസ്ലാമിസത്തിന്, ഈ ഇസ്ലാമിക് പൊളിറ്റിക്സിന് ലോകത്ത് എവിടെയെങ്കിലും അടിപതറി ഒരു മുട്ടുകുത്തുന്ന അവസ്ഥ ഉണ്ടാകുന്ന ഒരു രാജ്യം അത് ഇന്ത്യ തന്നെയാണ്, വേറെ എവിടെ ആയിരിക്കില്ല. കാരണം അതിനുള്ള എല്ലാ ചേരുവകളും ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും മികച്ചൊരു കാര്യം. അതിൽ വലിയ പങ്ക് വഹിക്കുന്ന ഈ ഹിന്ദു സമൂഹത്തോടൊപ്പം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മറ്റ് എലമെൻസിനോടൊപ്പം വലിയൊരു പങ്ക് വഹിക്കുന്ന ഒരു കൂട്ടം ആളുകൾ വേറെയുണ്ട്. നിങ്ങൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്ന ഒരാളുകളാണ്. അത് ഇവിടുത്തെ ഇന്ത്യനൈസ് ചെയ്യപ്പെട്ടിട്ടുള്ള മുസ്ലിം സമൂഹമാണ്. അതായത് ഈ സമസ്ത AK സുന്നികൾ, അമ്മാതിരി ആ ഒരു കൂട്ടം ആളുകൾ, അവരും ഈ പറയുന്ന ഈ ഇന്ത്യയോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് മാറും. കാരണം എന്താണ്? ഈ പറയുന്ന മതരാഷ്ട്രവാദത്തെയും അതുപോലുള്ള കാര്യങ്ങളെയും എതിർക്കുന്നതിലും അവർക്കും വലിയ പങ്ക് പണ്ടുണ്ട് ഇന്നും ഉണ്ട് എന്നുള്ളതാണ്. പക്ഷെ അന്ന് അവർ വളരെ കുറവായിരുന്നു, പക്ഷേ ഇന്ന് അത് മാറി വരികയാണ്. അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു വലിയൊരു സാഹചര്യം ഇവിടെ ഉണ്ട്. കാരണം ആ ഒരു സോഷ്യൽ പ്രഷറും ഇത്തരത്തിലുള്ള അംബേദ്കറിനെ പോലെയുള്ള വലിയ ഐക്കൺസും ഇവിടെ ഉണ്ടാകുമ്പോൾ ഇന്ത്യയെ ഈ പറയുന്ന വലതുപക്ഷ ശാക്തീകരണത്തിലൂടെ ഉണ്ടാകുന്ന ആ ഒരു കമ്മ്യൂണൽ ടെൻഷൻ വരുന്നതിൽ നിന്ന് തടയുന്നതും ഇസ്ലാമിസം എന്ന് പറയുന്ന വിഷയം ഇവിടെ വിഴുങ്ങുന്നതിൽ നിന്നും തടയുന്നതും എല്ലാം തന്നെ ഇതുപോലെ സംഭവിക്കുന്നത് നമുക്കിവിടെ കാണാൻ കഴിയും. അത് ഇന്ത്യ രക്ഷപ്പെടുന്നത് അങ്ങനെയായിരിക്കുന്നു. പക്ഷേ ദാറ്റ് ജേർണി വോണ്ട് ബി ഈസി. അതൊരു എളുപ്പമുള്ള സാധനമൊന്നാണെന്നല്ല ഞാൻ ഈ പറഞ്ഞു വെക്കുന്നത്. വളരെ എന്താ പറയുക, വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കുലുങ്ങിയുള്ളൊരു യാത്ര തന്നെയാണ് അത് എന്ന് തന്നെയാണ് ഞാൻ പറയാം. അത്ര എളുപ്പമല്ല. പക്ഷേ അത് എൻഡ് ഗെയിം എന്ന് പറയുന്ന സാധനം, അതിൻ്റെ ഒരു ഫൈനൽ ഒരു പോയിന്റ് എന്ന് പറയുന്നത് വളരെ ഓപ്റ്റിമിസ്റ്റിക് ആയിട്ട് തന്നെ നമുക്ക് അവിടെ കാത്തിരിക്കാവുന്ന ഒരു സാധനമാണെന്നാണ് ഞാൻ പറയാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗം. ഇനി ഈ സാധനം ഇതിവിടെ ചർച്ചയായി കഴിഞ്ഞപ്പോൾ ഉണ്ടായിട്ടുള്ള ചില കാര്യങ്ങളാണ് നമുക്ക് ഇനിയൊന്ന് നോക്കാനുള്ളത്.
ഇവിടെ TS ശ്യാംകുമാർ ഇത് സംബന്ധിച്ചിട്ടുള്ള ചില പോസ്റ്റുകളൊക്കെ ഇട്ടപ്പോൾ അതിൻ്റെ താഴെ വന്നിട്ടുള്ള കമൻറ്റുകൾ നിങ്ങളൊന്ന് വായിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞു ചെറ്റക്കുടിലല്ല ഇരട്ട മറ്റേ ഡബിൾ സ്റ്റോറീഡ് ആയിട്ടുള്ള ബിൽഡിങ്ങുകളുണ്ട് എന്ന് നേരത്തെ പറഞ്ഞു. ഈ ചെറ്റ എന്ന് പറയുന്ന വാക്ക് അവിടെ ഉപയോഗിച്ചത് നിങ്ങൾ കേട്ടാണ്. ഇതൊരു കാസ്റ്റ് സ്ലർ എന്നുള്ള രീതിയിലാണ് പലപ്പോഴും ഇവിടെ പറയാറ്. അതൊന്നും പറയാൻ പാടില്ല എന്നൊക്കെ പറയുന്നത് കേൾക്കാം. പക്ഷേ ഇതുപോലുള്ള വാക്കുകൾ ചെറ്റ എന്നുള്ള പ്രയോഗം അങ്ങനെയുള്ള പല പല പ്രയോഗങ്ങളും പല തെറിവാക്കുകളൊക്കെ ഇവിടെ കോയമാർ പറയുന്നുണ്ട്. കോയമാർക്ക് എല്ലാവർക്കും ഒരു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഓക്കെ, തെറി പറയുന്ന കോയമാർക്കൊക്കെ അത് തന്നെയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെല്ലാം ഉപയോഗിക്കുന്ന ചില വാക്കുകളുണ്ട്, അതൊന്നും ഉപയോഗിക്കാൻ പറ്റും. ഇപ്പോൾ കോളനി എന്ന് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്നത് കേൾക്കാം. കോളനി എന്ന് പറയുമ്പോൾ അതെന്തോ മോശമാണ്, ഈ ആദിവാസി കോളനി എന്ന് പറയരുത് എന്നൊക്കെ പറയുന്നത് കേൾക്കാം. അപ്പോൾ എന്ന് പറഞ്ഞ മാതിരി ഇതുവരുമായി കണക്ട് ചെയ്തിട്ട് ഒരുപാട് വാക്കുകൾ ഇവിടെ നിലനിന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഉപയോഗിക്കരുത്, ഇതൊന്നും ശരിയല്ല എന്ന് നമ്മളോടാണ് പറയാറ്. ഓക്കെ, എന്നുവെച്ചാൽ മുസ്ലിങ്ങളോട് മാത്രമല്ല ഈ സവർണരായിട്ടുള്ള ആളുകളോട്, മീൻസ് ഉയർന്ന ജാതിയിലുള്ള ആളുകളോടൊക്കെ പറയും. അപ്പോൾ ഇവരോട് പറയുന്ന കാര്യങ്ങൾ അങ്ങനെയാണ്. അപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്ന സാധനം എന്താണ്? ഈ റിവേഴ്സ് കാസ്റ്റിസാണ്. ഇത് ഇവിടെ കാണാം. ഇപ്പോൾ സാദത്ത് അൻവർ വന്നിട്ട് പറയാണ്, ഈ രാജ്യത്തെ അടിസ്ഥാന വർഗമായ ദളിതനെ കസരയിലിരുത്തണം, പണിക്കരെ പോലെയുള്ള വരുത്തനെ നിലത്താണ് ഇരുത്തേണ്ടത്. എങ്ങനെയുണ്ട്? അപ്പോൾ ഇത് തിരിച്ചാ പറഞ്ഞതെന്ന് ആലോചിച്ച് നോക്കുക. അതായത് ശ്യാംകുമാറിനെയും കപ്പിക്കാടിനെയൊക്കെ തറയിലാണ് ഇരുത്തേണ്ടത്, സവർണനായ ശ്രീജിത്തിനെ കസരയിലാണ് ഇരുത്തേണ്ടത് എന്നിപ്പോൾ ഒരാൾ പറഞ്ഞു എന്ന് വിചാരിക്കാം. എന്തായിരിക്കും ഇവിടെ അവസ്ഥ? ജാതി അധിക്ഷേപം എന്ന് പറഞ്ഞിട്ട് നിലവിളിക്കും. പക്ഷേ ഇവിടെ എന്താ നമ്മൾ കാണുന്നത്? ഇവിടെ ഈ പറയുന്ന സാധനത്തിന് ഒരു കുഴപ്പമില്ല. ഈ റിവേഴ്സ് കാസ്റ്റിസം അക്സെപ്റ്റബിൾ ആക്കി മാറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് ഈ ദളിത് ഈ ഉടായ്പന്മാർ കൊണ്ടെത്തിച്ചിരിക്കുകയാണ് നമ്മുടെ നാടിന്. ഇനി അടുത്തത്, ആ എറണം കെട്ട ശൂദ്രനെ ശ്യാമിൻ്റെ അടുത്ത് എന്തിനാണ്? അവൻ്റെ സ്പെഷ്യലിസ്റ്റ് ഏരിയ എന്താ വിളിച്ചത്? ശൂദ്രൻ. ആരാ വിളിച്ചിരിക്കുന്നത്? രാജ്വാലത്ത്. ടോപ്പ് ഫാനാണ് കേട്ടോ ശ്യാംകുമാറിൻ്റെ, മൂപ്പര് വിളിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് കണ്ടിട്ട് അങ്ങനെയൊന്നും വിളിക്കരുത് എന്ന് ശ്യാംകുമാർ പറയും. ആ കമൻറ്റ് ഡിലീറ്റ് ചെയ്യോ? നിങ്ങൾ എവിടെയെങ്കിലും കണ്ടോ? ഇല്ല. ബാക്കി തെറിവിളിയൊക്കെ നമ്മൾ അവിടെ ഇടും. പക്ഷേ ഇതങ്ങനെയാണോ? ഇവർ നമ്മളോട് പറയുന്ന സാധനം അങ്ങനെയൊന്നും വിളിക്കരുത്. പക്ഷേ പച്ചയ്ക്ക് വിളിച്ചിരിക്കുകയാണ്, ശൂദ്രൻ എന്ന് വിളിക്കുകയാണ്. അപ്പോൾ ബ്രാഹ്മണൻ എന്ന് പറയുക അല്ലെങ്കിൽ അത്തരത്തിലുള്ള സാധനങ്ങൾ പറയുമ്പോൾ അതിലൊരു കുഴപ്പം ഇവർക്ക് തോന്നാറില്ല, അല്ലെങ്കിൽ അതിലേ കുഴപ്പം തോന്നാറുള്ളൂ. അതാണ് ആകെ പ്രശ്നം. പക്ഷേ ശൂദ്രൻ എന്ന് ഒരാൾ വിളിച്ചിട്ട് കളിയാക്കുക എന്ന് പറയുമ്പോൾ, അത് താഴ്ന്ന ജാതിയിൽപ്പെട്ടുള്ള ആളുകൾ വിളിക്കുന്നു എന്ന് വരുമ്പോൾ അത് അവർക്ക് വിളിക്കാം എന്നുള്ള നിലയിലേക്ക് എത്തുകയാണ്. ഇതിനെയാണ് നമ്മൾ റിവേഴ്സ് കാസ്റ്റിസ് എന്ന് പറയുക. അപ്പോൾ നിങ്ങൾക്കൊരാളെ കുറച്ച് കാണിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്നത് എന്താ? ഈ പറയുന്ന സാധനമാണ്. അപ്പോൾ ഇവരുടെ ഉള്ളിലാണ് ഈ ഇൻറ്റേർണലൈസ്ഡ് ഈ പറയുന്ന കാസ്റ്റിസം കിടക്കുന്നത്. അതുകൊണ്ടാണ് അവർ ആ സാധനം എടുത്തു വെച്ചിട്ട് ബാക്കിയുള്ള ആളുകളെ തെറി വിളിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ശൂദ്രൻ എന്ന വിളിച്ചുകൊണ്ട് ഒരാൾ അധിക്ഷേപിക്കുന്ന നിലയിലേക്ക് ഇവരെത്തുമ്പോൾ, തെറിയാണ് വിളിച്ചതെന്നുണ്ടെങ്കിൽ നമ്മളതൊക്കെ വിടും, അതൊക്കെ സ്വാഭാവികമായിട്ട് സംഭവിക്കണം. പക്ഷേ ഇവർ വിളിക്കരുത്, ചെയ്യരുത് എന്ന് പറയുന്ന സാധനം ഇവർ തന്നെ ചെയ്യുന്നു. ഇതാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ അതിൻ്റെ താഴെ വന്ന് ഒരുത്തന്നെ ഉപദേശിക്കുകയാണ്, അയാൾ ശൂദ്രനല്ല, ഒറിജിനൽ കണിയാനാണ്, കവടിക്കാരൻ, പണിക്കർ, ദളിതൻ, പക്ഷേ അഭിനയിക്കുന്നത് ശൂദ്രനായി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇതാണ് അവസ്ഥ. അപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ ഈ പണിക്കർ എന്താണെന്ന് അറിയില്ല, ശ്രീജിത്ത് പണിക്കറുടെ ജാതി എന്താണെന്ന് അറിയേണ്ട ഒരു കാര്യം എനിക്കില്ല. അതുകൊണ്ട് ഞാനത് ചോദിക്കാനും പോയിട്ടില്ല. പക്ഷേ ഇവർക്കിതെല്ലാം അറിഞ്ഞിരിക്കുന്നു. എന്നിട്ട് ആളുകളെ ശ്രേണീകൃതമായി അതിനകത്ത് കാര്യങ്ങളെ കാണുന്ന അവസ്ഥയിലേക്ക് ഇവിടെ ഇതിനെ അപ്ലൈ ചെയ്യുന്നത് ആരാണ്? ഈ പറയുന്ന താഴ്ന്ന ജാതികൾ തന്നെയാണ്. ഇതാണ് ഇവരുടെ ഉടായ്പ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ കപ്പിക്കാടിനോട് ശ്യാംകുമാറിനോടൊക്കെ പറയുന്നതാണ്, നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് ഫൈറ്റ് ചെയ്യുന്നത്? ജാതി എന്ന് പറയുന്ന ആ വിഷയത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഡിസ്ക്രിമിനേഷൻ എൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഫൈറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാനിവിടെ എഴുതി ഒപ്പിട്ട് തരാം. നിങ്ങളാ ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനം കൊണ്ട് ഇവിടുത്തെ ജാതി വിവേചനവും അത് വെച്ചുകൊണ്ടുള്ള കുഴപ്പങ്ങൾ വർദ്ധിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുക, ജാതി അടിസ്ഥാനത്തിലുള്ള റിസർവേഷൻ എൻഡ് ചെയ്യണം, ഈ ജാതി പറയാനുള്ള അവസരങ്ങൾ കുറയ്ക്കണം എന്ന് നമ്മൾ പറയുന്നതിൻ്റെ കാരണം ഇതാണ്. വീണ്ടും ആവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. ഇനി അടുത്തത് ഇതേപോലെ നമ്മളുടെ പ്രശാന്ത് എന്ന് പറയുന്ന ഒരു യുക്തിവാദിയാണെന്നാണ് ആൾ പറയാറുള്ളത്. ഞാൻ പുള്ളിയെ വിളിക്കാറുള്ളത് ഒരു യുക്തിവാണം എന്നാണ്. അപ്പോൾ പുള്ളി ഒരു പോസ്റ്റ് ഇട്ടിരിക്കുകയാണ്. ഒരു ഭാഗത്തുള്ള 3 പേർ ആരൊക്കെയാണ്? പുള്ളിയുടെ ഒരു അനാലിസിസ് ആണ്. എന്തുകൊണ്ട് ശ്രീജിത്ത് പണിക്കർ ജയിച്ചു? ഇതാണ് പ്രശ്നം. എന്തുകൊണ്ട് നമ്മുടെ ആളുകൾ അവിടെ അടിപതറി? ഇതാണ് പ്രശ്നം. അപ്പോൾ അതിന് അവർ കണ്ടെത്തുന്ന കുറേ കാരണങ്ങൾ. പുള്ളിക്ക് പോസ്റ്റ് ഇട്ടിട്ട് തീരുന്നില്ല, എല്ലാ ദിവസവും പോസ്റ്റാണ്. അപ്പോൾ ഇതേപോലെ ഒരു പോസ്റ്റ്. അപ്പോൾ സണ്ണി കപ്പിക്കാട് ഒന്നാമത്തെ ആൾ, ഫിലോസഫിയിൽ 1ാം റാങ്ക്, LICയുടെ ഉദ്യോഗസ്ഥനാണ്, ജീവിതം കൊണ്ട് ദളിത് ആക്ടിവിസ്റ്റാണ് പുള്ളി. ഓക്കെ. ഇനി രണ്ടാമത്തെ ആൾ ഡോക്ടർ മായ പ്രമോദ്. ഇതാണ് പുള്ളിയുടെ കാര്യയുടെ പേര്. ഡോക്ടറേറ്റ് ഉണ്ട്, കോളനി വൽക്കരണമാണ് പ്രബന്ധം. ഓക്കെ, കോളനി വൽക്കരണം. ഇനി മൂന്നാമത്തെ ആൾ ശ്യാംകുമാർ, സംസ്കൃതത്തിൽ ഡോക്ടറേറ്റ് ഉണ്ട്, ഗ്രന്ഥപാഠങ്ങളിൽ ജാതീയതയാണ് വിഷയം. ഓക്കെ, അപ്പോൾ ആൾ ഡോക്ടറേറ്റ് ആണ്. മറ്റേ ആൾ പ്രബന്ധം അവതരിപ്പിച്ച ആൾ, മറ്റേ ആൾ ഫിലോസഫിയിൽ 1ാം റാങ്കാണ്.
ഇനി മറ്റേ വശത്തുള്ള ഒരാൾ അതാരാണ്? ഇതാണ് ചോദ്യം. ശ്രീജിത്ത് പണിക്കർ എന്താണ് വിദ്യാഭ്യാസ യോഗ്യത? എന്തിലാണ് വൈദഗ്ധ്യം? ചാനൽ നിരീക്ഷണമല്ലാതെ എന്താണ് അംബേദ്കർ രാഷ്ട്രീയത്തെ കുറിച്ച് പറയാനുള്ള അക്കാദമിക യോഗ്യത? അറിയാവുന്നവർ കമൻ്റ് ഇടുക. ഇതാണ് അവിടുത്തെ ചോദ്യം. ഇത് സ്വന്തം മൂട്ടിൽ വെടിവെക്കുന്ന ഒരു ചോദ്യമായിപ്പോയി എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതിൽ ആർക്കാണ് അംബേദ്കറിനെ കുറിച്ച് പറയാൻ ഏറ്റവും യോഗ്യത? തീർച്ചയായും പണിക്കർക്കല്ല. ഓക്കെ, എന്ന് വെച്ചാൽ ഈ 4 പേരിൽ പണിക്കർ എന്ന ആനുകൂല്യത്തിൽ, നോട്ട് ദ പോയിന്റ്, എന്ന് വെച്ചാൽ ഈ 4 പേരിൽ പണിക്കർ എന്ന ആനുകൂല്യത്തിൽ അവിടെ കയറിയിരിക്കുന്ന ഒരേ ഒരാൾ ശ്രീജിത്താണ്. അയാളാണ് സവർണ ആനുകൂല്യം പറ്റി അവിടം നുഴഞ്ഞു കയറിയിരിക്കുന്നത്. ഇവിടെ ഇപ്പം എന്താ ഉണ്ടായത്? അംബേദ്കറിനെ എങ്ങനെ വായിക്കാമെന്ന് ചോദിച്ചു. അംബേദ്കറിനെ ഇങ്ങനെയും വായിക്കാം, ഇങ്ങനെയും വായിക്കണം എന്ന് ശ്രീജിത്ത് പറഞ്ഞു. അത് ഇവർക്ക് വല്ലാണ്ട് കൊണ്ടു. അതിനാണ് ഈ ജാതിക്കാട് ഇറക്കിക്കൊണ്ട് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ശ്രീജിത്ത് പണിക്കർ ഇവിടെ പറയാനുള്ള അയാളുടെ യോഗ്യത എന്താണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ആ യോഗ്യത ഇല്ല എന്ന് മാത്രമല്ല, ഇവിടെ കയറി പറ്റിയിരിക്കുന്നത് സവർണാനുകൂല്യം പറ്റിയിട്ടാണ് എന്ന് വരെ പറഞ്ഞു വെക്കുകയാണ് ചെയ്യുന്നത്. ഇനി നിങ്ങൾ ഇതൊന്ന് വേറൊരു കോണ്ടെക്സ്റ്റിൽ നിങ്ങൾ ആലോചിക്കാം. ഇവിടെ ഒരു എന്താ പറയുക, തെങ്ങ് കയറ്റക്കാരുടെ ഒരു തസ്തികയിലേക്ക് ഒരു സെലക്ഷൻ നടത്തുകയാണെന്ന് വിചാരിക്കാം. 4 പേരെ വേണം. ഓക്കെ, 4 പേരെ നമ്മൾ വിളിക്കുന്നു. എന്നിട്ട് അവരുടെ ഒരു ഇൻ്റർവ്യൂ ഒക്കെ നടത്തിയിട്ട് 4 തെങ്ങ് കയറ്റക്കാരെടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ 4 തെങ്ങ് കയറ്റക്കാരെടുത്തു കഴിഞ്ഞപ്പോൾ അവിടെ ഈ പറയുന്ന ശ്രീജിത്ത് പണിക്കരുണ്ട്, ഈ പറയുന്ന സണ്ണി കപ്പിക്കാടുണ്ട്, മായ പ്രമോദുണ്ട്, ശ്യാംകുമാറുണ്ട്. അപ്പോൾ 4 പേരായല്ലോ. 4 പേരുമായി. പെണ്ണുങ്ങൾക്കും തെങ്ങ് കയറാം, അവിടെ ഫെമിനിസമാണ് പുള്ളിക്കാരി. അപ്പോൾ 4 തെങ്ങ് കയറ്റക്കാരാണ് ഇവരെന്ന് വിചാരിക്കുന്നത്. നമ്മൾ അംബേദ്കറിനെ വായിക്കണൊക്കെ ഇവിടെ തെങ്ങ് കയറുന്നത് എങ്ങനെ? ഇതാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സവർണനായിട്ടുള്ള ഈ പറയുന്ന നമ്മളുടെ ശ്രീജിത്ത് പണിക്കർ തെങ്ങുമ്മ കയറാൻ പറ്റാതെ നിൽക്കുകയാണ്. ഓക്കെ, പക്ഷേ അവിടെ ബാക്കിയുള്ള 3 പേരും അവിടെ ജയിച്ചു എന്ന് കൂട്ടുക. അവർക്ക് 3 പേർക്കും തെങ്ങുമ്മ കയറാൻ പറ്റി. അപ്പോൾ അങ്ങനെയൊക്കെ പറ്റുന്ന ആ സമയത്ത് അവിടെ തോറ്റു. അവിടെ അതായത് പെർഫോമൻസ് വീക്കായി, ആൾക്ക് അതിനുള്ള കഴിവില്ല. അപ്പോൾ കഴിവില്ലാത്തതുകൊണ്ട് തെങ്ങുമ്മ കയറാൻ പറ്റിയില്ല. അപ്പോൾ ഇതിനൊരു ന്യായമാണ്. എന്തുകൊണ്ടാണ് കയറാൻ പറ്റാഞ്ഞത്? തെങ്ങുമ്മ കയറാൻ അറിയില്ല. അപ്പോൾ തെങ്ങുമ്മ കയറാൻ അറിയാത്തതിൻ്റെ പേരിൽ, തെങ്ങ് കയറ്റം അറിയാത്തതിൻ്റെ പേരിൽ, അതിനുള്ള ശാരീരിക ക്ഷമതയില്ലാത്തതിൻ്റെ പേരിൽ അവിടെ നമ്മളുടെ പണിക്കർ തോറ്റു. ബാക്കി 3 പേരും ജയിച്ചു. അപ്പോൾ എന്താണ് പണിക്കരുടെ മുന്നിലുള്ള ഓപ്ഷൻസ്? 2 ഓപ്ഷനാണ്. എന്തുകൊണ്ട് ഞാൻ തോറ്റു? ഒന്നാമത്തെ ഓപ്ഷൻ, എനിക്ക് അതിനുള്ള കഴിവില്ല എന്ന് മനസ്സിലാക്കിയിട്ട് പോവാം. കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ എങ്ങനെ പറയാം? നമ്മളുടെ വേടൻ പറഞ്ഞ പോലെ പറയാം, അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം എന്താണ്? നമ്മുടെ DNA ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് തെങ്ങുമ്മ കയറാൻ കഴിയുക എന്ന് പറഞ്ഞ് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. അതായത് സവർണരുടെ DNA തെങ്ങുമ്മ കയറുന്ന ആ വിദ്യയില്ല, അതുകൊണ്ടാണ് നമുക്ക് തെങ്ങുമ്മ കയറാൻ പറ്റാത്തത്. ഇതല്ല അതിൻ്റെ കാരണം. അതിനിപ്പോൾ നമ്മളിപ്പോൾ അവരെ വെറുതെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം? അപ്പോൾ ഇതൊരു DNA കണക്ട് ചെയ്ത് ഒരു റേഷ്യൽ ഒരു സാധനമാക്കിയിട്ട് ഇതിനെ കൺവേർട്ട് ചെയ്യുന്നു. ഇതാണ് ഒരു ഓപ്ഷൻ. എനിക്ക് കഴിവില്ല, ശാരീരിക ക്ഷമത, അതിന് മറ്റു പല തിയറീസ് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും കൊണ്ട്. രണ്ടാമത്തെ കാരണം എന്താണ്? രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത്, സത്യത്തിൽ എനിക്ക് കഴിവൊക്കെ ഉണ്ട്, തെങ്ങുമ്മ കയറാനൊക്കെ എനിക്ക് അറിയാം. പോരാത്തതിന് ഞാനൊരു സവർണനുമാണ്. പക്ഷേ ഇവിടെ വേറെ ചില അലവലാദികൾ കയറി വന്നിട്ടുണ്ട്. നുഴഞ്ഞു കയറി, എന്താണ് അവിടെ ഉപയോഗിച്ച വാക്ക്? ഇവിടെ കയറിയിരിക്കുന്ന ഒരാൾ ശ്രീജിത്താണ്, അയാളാണ് സവർണനെ പറ്റി ഇവിടെ നുഴഞ്ഞു കയറി. നുഴഞ്ഞു കയറ്റം തന്നെ. ഇവിടെ വേറെ 3 അലവലാദികൾ, അതിലൊരു പെണ്ണ്, അവരിവിടെ നുഴഞ്ഞു കയറിയിരിക്കുകയാണ്. അവർ താഴ്ന്ന ജാതികളാണ് എന്നുള്ള ആനുകൂല്യം പറ്റിയിട്ടാണ് ഇവിടെ നുഴഞ്ഞു കയറിയത്. അവർ പിന്നെ സ്ഥിരമായിട്ട് ഈ മണ്ണിലും ചേറിലൊക്കെ പണിയെടുത്ത് നടക്കുന്ന കാരണം അതുപോലെ അവർക്ക് ശാരീരിക സമത വളരെ കൂടുതലാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അവർക്ക് വളരെ എളുപ്പത്തിൽ കയറാൻ പറ്റി. അപ്പോൾ അതാണ് അവിടെ ഉണ്ടായത്. അപ്പോൾ നിങ്ങൾ ധൈര്യമുണ്ടെങ്കിൽ നമ്മളെ ഒരേപോലെയുള്ള ആളുകളെ വിളിക്കേ. സവർണർ 3 സവർണറെ വെച്ച് 4 സവർണറെ വെച്ചിട്ട് നിങ്ങൾ തന്നെ മത്സരം, ഞാൻ ജയിച്ച് കാണിച്ചുതരാം എന്ന് പറയണ ഒരവസ്ഥ ഉണ്ടായെന്ന് വിചാരിക്കുക. എന്തായിരിക്കും ഇവിടെ പറയുക? കണ്ടില്ലേ, ഞങ്ങളുടെ അവസരം ഞങ്ങൾക്ക് കിട്ടിയിട്ടും ഞങ്ങളെ ജാതി പറഞ്ഞ് അധിക്ഷേപിച്ചു എന്ന് നിലവിളിയായിരിക്കും. തലയും കുത്തിന്ന് നിലവിളിയായിരിക്കും. അതാണ് ഇവിടെ ഉണ്ടാവുക. അതിനെ എതിർക്കാനും ഇവിടെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും ഒക്കെ ആളുണ്ടാവും. നടുറോട്ടിൽ വലിയ പ്രക്ഷോഭമായിരിക്കും. അതെന്താണ്? സവർണാധിപത്യം, ബ്രാഹ്മണിക്കൽ കിടുമണി എന്നൊക്കെ പറഞ്ഞ ആളുകൾ ഇറങ്ങും, നടുറോട്ടിലിറങ്ങും. പക്ഷേ ഇതുപോലെ പച്ചയ്ക്ക് ജാതി അധിക്ഷേപം ഇവിടെ നടത്തിയിട്ട് ഇവിടെ ആരെങ്കിലും അറിഞ്ഞോ ഈ സാധനം? പറയുമ്പോൾ ഒരു യുക്തിവാണമാണ്.
യുക്തിവാണമായതുകൊണ്ട് നമുക്ക് ക്ഷമിക്കാം. വല്ല യുക്തിവാദിയുമായിരുന്നുണ്ടെങ്കിൽ നമ്മൾ വേണമെങ്കിൽ ഒരു നടപടിയൊക്കെ നമുക്ക് എടുക്കാമായിരുന്നു, ഒന്ന് ഞെട്ടലൊക്കെ രേഖപ്പെടുത്താം. ഇതിപ്പോൾ അതിനുള്ള സ്കോപ്പില്ല, കാരണം പണ്ടേ അറിയാം ഒരു യുക്തിവാണമാണ് എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മളങ്ങ് വെറുതെ വിടുന്നു എന്ന് തന്നെ വിചാരിക്കുക. ഇതല്ല ഇവിടെ സംഭവിക്കുന്നത്. ഇതാണ് റിവേഴ്സ് കാസ്റ്റിസം എന്ന് പറയുന്നത്. ഇവരിവിടെ നടത്തിയിരിക്കുന്നത് ആണ് റിവേഴ്സ് കാസ്റ്റിസം. അപ്പോൾ ഇവിടെ ഒന്ന് ആലോചിച്ച് നോക്ക്, ശ്രീത് പണിക്കർ എന്താണ് വിദ്യാഭ്യാസ യോഗ്യത എന്നൊക്കെ പറഞ്ഞു വെക്കുമ്പോൾ ഒന്നാമത്തെ കാര്യം ഈ പറഞ്ഞതാണ്. ജാതി പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ പോരായ്മകളെ നിങ്ങൾ അവിടെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് സംഭവിച്ചിട്ടുള്ള അവസ്ഥകളെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ എബിലിറ്റീസിലുള്ള വിഷയങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ക്യാപ്പബിലിറ്റിയെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കാതെ, നിങ്ങളുടെ മെറിറ്റിനെ കുറിച്ച് നിങ്ങൾ ആലോചിക്കാതെ, എല്ലാത്തിനും കാരണം ജാതിയാണ്, അത് മറ്റാളുടെ ജാതിയാണ് എന്ന് പറഞ്ഞിട്ട് ഇതിനൊക്കെ ഒഴികഴിവ് കാണുന്ന ഒരു അവസ്ഥ, ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം, ഇവിടെ ഈ പറയുന്നത് എന്താണ്, ശ്രീത് പണിക്കർ എന്താണ് വിദ്യാഭ്യാസ യോഗ്യത എന്നാണ് പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇപ്പോൾ ഈ അപ്പുലിന് ഇതൊക്കെ പറയാൻ എന്താ യോഗ്യത? അപ്പുൽ വല്ല ഈ പറയുന്ന വല്ല സാധനം എടുത്തിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പുലും ഇതൊക്കെ കണ്ടിട്ട് നോക്കണ പോലെ കാര്യങ്ങൾ പറയണ മാതിരി ബുദ്ധി ഉണ്ടെന്നുണ്ടെങ്കിൽ ആർക്കാണേലും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അപ്പോൾ അപ്പുലിന് അത് ചെയ്യാമെങ്കിൽ ബാക്കി ആർക്കും ചെയ്യാം. അതിന് വിദ്യാഭ്യാസ യോഗ്യത വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ അപ്പോൾ എങ്ങനെയാണ്? അപ്പോൾ പിന്നെ എന്നോടൊക്കെ എന്തിനാണ് ചോദിക്കുന്നത്, ഹിന്ദുത്വ വിമർശനം എന്തിനാണ് നടത്താത്തത് എന്നൊക്കെ ചോദിക്കണം. എന്തിനാ? എനിക്ക് ഹിന്ദുത്വ വിമർശനം അറിയില്ലല്ലോ, ഞാനതിൽ പ്രബന്ധമൊന്നും എഴുതിയിട്ടില്ലല്ലോ, എനിക്ക് PhD ഇല്ല, എനിക്ക് PhD ഉള്ളത് ഇസ്ലാമിലാണ്. അപ്പോൾ എനിക്ക് അതല്ലേ ചെയ്യാൻ പറ്റൂ? ഇതല്ലേ എനിക്കും പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ ആ മാതിരി ഉടായ്പ് ഇനിയെങ്കിലും നിങ്ങൾ ഇതാ ഞാൻ പറഞ്ഞു, ഇതൊരു നല്ല ഒന്നാന്തരം മൂട്ടിൽ വെടിവെക്കുന്ന ഏർപ്പാടായി പോയി എന്ന് പറയുന്നതാണ്. ഇതൊന്നും ഇവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. കാരണം എന്താണ്? ഒറ്റ കാരണമുള്ളൂ, DNA-ലില്ല. ഈ ജാതിവാണങ്ങൾക്ക് ഈ സാധനമൊന്നും DNA-ലില്ല എന്നാണ് നമ്മൾ വേടം പറഞ്ഞിരിക്കണേ. പിന്നെ എങ്ങനെ ഇതൊക്കെ മനസ്സിലാവുക? ഇതിനാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളിത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. യു ക്യാൻ കീപ് ട്രൈയിങ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കുറച്ച് കഴിയുമ്പോൾ ശരിയാവും. അപ്പോൾ ഇതാണ് പറയാനുള്ളത്. ഈ റിവേഴ്സ് കാസ്റ്റിസം നിങ്ങളിവിടെ ഇറക്കിയ ഈ സാധനം, ഇത് ജാതി വിവേചനവും ജാതി ബോധവും ജാതി ചിന്തയും ഇവിടെ നിലനിൽക്കുന്നതിന് തന്നെയാണ് വഴിവെക്കുക. ഇവിടെ ഒരു തരത്തിലും ഇതൊന്നും ഇറക്കേണ്ട ഒരു കാര്യമില്ലാത്ത മേഖലയാണ്. നിങ്ങൾക്ക് അംബേദ്കറിൻ്റെ ആ വശത്തെക്കുറിച്ച് പറയാൻ നിങ്ങൾക്ക് സാധിക്കില്ല, നാവ് പൊന്തില്ല. പക്ഷേ അത് ഒളിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ജാതി കാർഡ് ഇറക്കുന്നു. ഇത് വഴിവെക്കുന്നത് ജാതി കൂടുതൽ ചർച്ച ചെയ്യാനും ജാതി ചിന്ത ഉണരാനും അതില്ലാത്ത ആളുകളെ കൊണ്ട് ശൂദ്ര എന്ന് വരെ വിളിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങൾ കൊണ്ടെത്തിച്ചത് ആരാണ്? ഈ ജാതിക്കെതിരെ പോരാടുന്ന പോരാളികൾ, നമ്മൾ ഹമാസ് പോരാളികൾ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന പോലെ ഈ ജാതി വിരുദ്ധ പോരാളികൾ എന്ന് സ്വയം വിളിക്കുന്ന ആളുകളാണ് ആ തുരപ്പമണിയെടുത്ത് ഇന്ന് ഈ ജാതിബോധം ഇവിടെ വർദ്ധിപ്പിച്ചതും ഈ ഡിസ്ക്രിമിനേഷൻ കൂടുതൽ വഴിയുണ്ടാക്കിയതും. ആ ഒരു സാധനം ആ മേഖലയിലേക്ക് ശ്രീജിത്തിൻ്റെ കയ്യിൽ നിന്ന് ഒരു വാക്ക് പോലും വന്നിട്ടില്ല എന്നുള്ളത് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കാം. നിങ്ങൾ ആരെയും ജാതി പറഞ്ഞ് അധിക്ഷേപിച്ചിട്ടില്ല. ഇതാണ് നിങ്ങൾ കണ്ടുപഠിക്കേണ്ടത് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഇനി ഇതിൻ്റെ ഇടയിൽ കൂടെ നമ്മളുടെ അപ്പല് ഒപ്പിച്ച മറ്റൊരു പണിയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സംഘികളുടെ ഫണ്ട് പറ്റിയും ഞാൻ വേണമെങ്കിൽ ഇനി മതവിമർശനം നടത്തും. അത് ചോദ്യം ചെയ്യാൻ ഇവിടെ ഒരു അപ്പലിനും സാധിക്കില്ല. കാരണം എന്താ? അപ്പല് ചെയ്യുന്ന ആ തെണ്ടിത്തരം എന്താണെന്നുള്ളത് അപ്പല് തന്നെ ഇവിടെ എഴുതി വെച്ചിരിക്കുകയാണ്. എന്താണ് എഴുതി വെച്ചിരിക്കുന്നത്? ഇവിടെ വായിക്കാം. സത്യം പറയട്ടെ, ബുർഖയിട്ട സ്ത്രീയേക്കാൾ പേടിക്കേണ്ടത് കുറി വരച്ച സംഖ്യയാണ്. ഏത് വിഭാഗത്തിൽപ്പെട്ടവനെയും തല്ലിക്കൊല്ലാൻ അവർക്ക് സാധിക്കും. അതുകൊണ്ട് ദളിതർ മുസ്ലിങ്ങളെ വിമർശിക്കേണ്ട ആവശ്യം തൽക്കാലം ഇന്ത്യയിലില്ല. ആരെ കൂട്ടുപിടിച്ചിട്ടാണേലും ഹിന്ദുത്വത്തെ എതിർക്കുക എന്നതാണ് ഇവിടെ ആകെയുള്ള ഓപ്ഷൻ. എന്താ ഇപ്പോൾ നകുലേട്ടാ നമ്മൾ കേട്ടത്? അതായത് ആരെ കൂട്ടുപിടിച്ചിട്ടാണെങ്കിലും ഹിന്ദുത്വത്തെ എതിർക്കുക എന്നതാണ് ഇവിടെ ഉള്ള ആകെയുള്ള ഓപ്ഷൻ. അപ്പോൾ ഇവരുടെ കൊലത്തൊഴിൽ എന്ന് പറയുന്നത് ഹിന്ദുത്വത്തെ എതിർക്കുക, ഹിന്ദുത്വയെ എതിർക്കുക എന്നുള്ളതാണ്. അതിന് അവർ ആരെ വേണമെങ്കിലും കൂട്ടുപിടിക്കും. വേണമെങ്കിൽ മൗദൂദികളുടെ അണ്ടർവെയറും വേണമെങ്കിൽ കഴുകി കുടിക്കും എന്നാണ് ഈ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവരിത് പറഞ്ഞു വെക്കുമ്പോൾ ഇവർ നമ്മളടുത്ത് വന്നിട്ട് സംഘിയുടെ ഫണ്ട് പറ്റുന്നു എന്ന് പറയുന്നതിൻ്റെ കാരണം എന്താ? നമ്മൾ പണ്ടും പറയാറുള്ള കാര്യമാണ്. ഇസ്ലാമിസ്റ്റുകൾ നമ്മളടുത്ത് വന്ന് ജൂത ഫണ്ട് എന്ന് പറയുന്നതിൻ്റെ കാര്യം എന്താ? അവരിവിടെ ഈ നാട്ടിൽ ലോകത്ത് എവിടെയാണെങ്കിലും ഈ പറയുന്ന പണിക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ അവർക്ക് ഫണ്ടുണ്ട്. അപ്പോൾ അവരുടെ ധാരണ നമ്മളും ഒരു കാര്യം ചെയ്യുന്നു, ഇപ്പം ഞാൻ ഈ കാര്യം ചെയ്യുന്നുണ്ട്, എനിക്കും ഫണ്ടുണ്ട് എന്നാണ് അവരുടെ ധാരണ. ഇതാണ് അതിൻ്റെ പ്രശ്നം. അപ്പോൾ എന്താണോ നിങ്ങൾ ചെയ്യുന്നത്, ഒരു കള്ളനെ അറിയാലോ, കള്ളൻ എങ്ങനെയൊക്കെയാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് ബാക്കി ഒരു ആളെ കാണുമ്പോൾ അയാളും കള്ളത്തരം കാണിക്കുന്നത് കാണുമ്പോൾ എന്നെപ്പോലെ തന്നെ ഒരു കള്ളനാണ് എന്ന് തോന്നുന്ന ഒരവസ്ഥ. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. മഞ്ഞക്കണ്ണടയുള്ള ആൾക്ക് എല്ലാം മഞ്ഞയായിട്ട് തോന്നുന്നു എന്ന് പറയുന്ന മാതിരി നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനം തന്നെയാണ് അവിടെ ഉണ്ടാവുക എന്ന് ഉള്ള ഒരു തോന്നൽ, ഒരു റിഫ്ലക്ഷൻ, അതൊരു ബയസാണ്. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. പക്ഷേ ഇതറിയാതെ കൂവിപ്പോയി, അപ്പുല് കൂവിപ്പോയി. അതാണ് ഉണ്ടായത്. അപ്പുലിൻ്റെ വായിന്ന് തന്നെ അത് വീണു. എന്താ ഉണ്ടായിരിക്കുന്നത്? അപ്പോൾ അപ്പുലിനെ പോലെയുള്ള ആളുകൾ, ഈ ജാതിവാദികളായിട്ടുള്ള ആളുകൾ ഈ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ വേദികളിൽ പോയിട്ട് നടത്തുന്ന ഈ പൊറാട്ട നാടകം, ഈ തരം കോൽക്കളികൾ, ഇതെന്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർ ചെയ്യുന്നത്? കാരണം അവരുടെ പ്രഖ്യാപിത ലക്ഷ്യം എന്ന് പറയുന്നത് എന്താ? ഇത് തന്നെയാണ്. ആരെ കൂട്ടുപിടിച്ചിട്ടാണെങ്കിലും ഹിന്ദുത്വയെ എതിർക്കുക എന്ന് പറയുന്നത് അവരുടെ ലക്ഷ്യമാണ്. അവരത് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്.
അതിന് അവർ പിന്തിരിയാൻ ഉദ്ദേശിക്കുന്നില്ല എന്നതാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ അറിയാൻ വേണ്ടിയിട്ട് പറയുകയാണ്, നമുക്ക് ഇസ്ലാമിനെ എതിർക്കാൻ സത്യത്തിൽ RSSൻ്റെ ആവശ്യമില്ല. പക്ഷേ നിങ്ങളിത് പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ ചിലപ്പോൾ വേണമെങ്കിൽ ഇനി RSSൻ്റെ കൂടെയും കൂടിയെന്ന് വരും. അന്നേരം വന്ന് ഇതേപോലെ ഉപദേശിക്കാൻ വന്നു കഴിഞ്ഞാൽ ആ ഉപദേശം അത് സ്വന്തം പെരയിൽ നടത്തിയാൽ മതി എന്നാണ് എനിക്ക് പറയാനുള്ളൂ. അതാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ ആദ്യം ഈ രണ്ടുണ്ടല്ലോ, ഊത്തും ഉപദേശം രണ്ടും കൂടി ഒരുമിച്ച് ഈ വഴിക്ക് വരണ്ട എന്നുള്ളതാണ് എനിക്ക് പറയുന്നത്. നിങ്ങൾക്ക് ഈ പറയുന്ന സാധനം, ഈ തെണ്ടിത്തരം, ഈ തോന്നിവാസം നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. ഇനി മറ്റൊരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ഈ ഇസ്ലാമിനെ വിമർശിക്കുക എന്ന് പറയുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഈ ഇസ്ലാം ഈ ലോകത്തുണ്ടാക്കുന്ന പ്രശ്നങ്ങൾക്ക് എണ്ണിയാൽ ഒടുങ്ങാത്ത ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് കിട്ടും. ഞാൻ അപ്പോഴും ചോദിക്കുന്നു, ഈ ഹിന്ദുത്വ എന്ന് പറയുന്ന സാധനം ഉണ്ടാക്കിയതിൻ്റെ കുഴപ്പം, ആ കുഴപ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ കുട്ടിച്ചോറായ ഒരു പഞ്ചായത്തെങ്കിലും നിങ്ങൾ കാണിച്ചതാണ്. ഒരു പഞ്ചായത്ത്, ഞാൻ നിങ്ങൾക്ക് രാജ്യങ്ങളുടെ ലിസ്റ്റ് അങ്ങോട്ട് തരാം, ഇപ്പോൾ കുഴപ്പം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ലിസ്റ്റ് ഞാൻ അങ്ങോട്ട് തരാം. നിങ്ങൾ ഒരു പഞ്ചായത്തിൻ്റെ പേരെങ്കിലും നിങ്ങൾ തരിക എന്നാണ് ഞാൻ പറയാം. ഏതെങ്കിലും ഈ ഹിന്ദുത്വ തീവ്ര ഫ്രിഞ്ച് എലമെൻറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങൾക്ക് ഇതിനെ കമ്പയർ ചെയ്യാൻ കഴിയില്ല. കാരണം എന്താണ്? ഇപ്പോൾ നിങ്ങൾ BJPയെ നിങ്ങൾ എടുക്കുന്നു, BJP ആണല്ലോ നിങ്ങളുടെ കണ്ണിൽ ഏറ്റവും വലിയ ഒരു ഹിന്ദുത്വ എന്ന് പറയുന്ന സാധനം. ഞാൻ എഴുതി ഒപ്പിട്ട് തരാം, BJP ഇന്ത്യയെ ഒരു ഹിന്ദു രാഷ്ട്രമാക്കണം എന്ന, ഒരു ഹിന്ദു താലിബാൻ ആക്കണം എന്നൊരു ലക്ഷ്യത്തിൽ അല്ല ഇവിടെ പോയിക്കൊണ്ടിരിക്കുന്നത്. 1. 2, അവരുടെ ഒരു പ്രഖ്യാപിത ലക്ഷ്യമായിട്ട് മുസ്ലിങ്ങളെ മുഴുവൻ ആട്ടി ഓടിച്ചുകൊണ്ട് നിലനിൽക്കണം, ഇവിടെ ആ രീതിയിലുള്ള ഒരു തിയോക്രസി ഉണ്ടാക്കണമെന്ന ഒരു ലക്ഷ്യം ഔദ്യോഗികമായിട്ട് BJPക്കോ ഭരണപക്ഷത്തിരിക്കുന്ന ആളുകൾക്കോ ഇല്ല. രണ്ടാമത്തത്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, അങ്ങനെ ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നുണ്ടെങ്കിൽ അതിന് ഈ 15 വർഷത്തിൻ്റെ ആവശ്യമില്ല. 2ാമത്തെ വർഷം 1ാമത്തെ വർഷം തന്നെ ചെയ്യാം. ഇപ്പോൾ വേണമെങ്കിൽ ചെയ്യാം, നാളെ വേണമെങ്കിൽ ചെയ്യാം, മറ്റന്നാൾ വേണമെങ്കിൽ ചെയ്യാം. അതല്ല അവർ ചെയ്യാൻ പോണത്. അപ്പോൾ അവരുടെ ഔദ്യോഗികമായിട്ടുള്ള ലക്ഷ്യമായിട്ട് അവർ എവിടെയും എഴുതി വെച്ചിട്ടില്ല. എന്ന് എഴുതി വെച്ചിരിക്കണം എന്താണ്? ഒരു ഡെമോക്രാറ്റിക് സെക്യുലർ രാജ്യമായിട്ട് ഇന്ത്യ അവിടെ നിലനിർത്തും എന്നത് തന്നെയാണ് BJPയുടെ ലക്ഷ്യം. ബാക്കി അതിനകത്തുള്ള ആളുകൾ ഫ്രിഞ്ച് എലമെൻറ്റ്സ് ഒക്കെ ചെയ്യുന്ന സാധനങ്ങൾ, അത് പറയലാണ് നിങ്ങളുടെ ലക്ഷ്യമെന്നുണ്ടെങ്കിൽ ഇപ്പുറത്തും നമുക്ക് പറയാം, നമുക്കൊരു ഗെയിം കളിച്ച് കളയാം. ഞാനൊരു ഹിന്ദു ഒരു ഫ്രിഞ്ച് എലമെൻറ്റിൻ്റെ പേര് നിങ്ങൾ പറയുന്നു, ഞാൻ ഒരു ഇസ്ലാമിക ഫ്രിഞ്ച് എലമെൻറ്റിൻ്റെ പേര് പറയാം, എന്നിട്ട് നമുക്ക് മത്സരം ഇവിടെ സംഘടിപ്പിക്കാം. നിങ്ങൾ ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ മുന്നോട്ട് വരാം. അപ്പോൾ അതാണ് അതിൻ്റെ കാര്യം. ഇനി രണ്ടാമത്തത്, ഈ പറയുന്ന നിങ്ങൾ കൂട്ടുകൂടുന്ന ഈ ജമാഅത്ത് ഇസ്ലാമി, അവരുടെ ലക്ഷ്യം എന്താണ്? അവരുടെ ഔദ്യോഗികമായ രേഖയിൽ അവർ എഴുതി വെച്ചിരിക്കുന്നത് എന്താ? ഹുക്കുമത്ത് ഇലാഹി, ഇക്കാമത്തുദ്ദീൻ. ഇതെന്താ സാമാനം? നിങ്ങൾക്ക് അറബി അറിയില്ലല്ലോ, സംസ്കൃതം മാത്രമല്ല അറിയൂ. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പറഞ്ഞുതരാം. ഇന്ത്യയെ ഒരു ഇസ്ലാമിക രാജ്യമാക്കുക, അതായത് ഇക്കാമത്തുദ്ദീൻ, ഈ ദീനിൻ്റെ സംസ്ഥാപനം, ഇതാണ് അതിൻ്റെ ലക്ഷ്യം. അതായത് ഇന്ത്യയെ ഒരു ഇസ്ലാമിക രാജ്യമാക്കുക എന്നുള്ളത് പ്രഖ്യാപിത ലക്ഷ്യമായി ഔദ്യോഗിക രേഖകളിൽ എഴുതി വെച്ചുകൊണ്ട് നടക്കുന്ന ഒരു പാർട്ടി, ഒരു സംഘടനയാണ് ജമാഅത്ത് ഇസ്ലാമി. ആ സംഗതിയുടെ പൊളിറ്റിക്കൽ വിങ്ങാണ് വെൽഫെയർ പാർട്ടിയും SDP എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന ടീം. അവരുടെ തീവ്രവാദ എലമെന്റ് കൊണ്ട് നടക്കുന്ന ടീമാണ് പോപ്പുലർ ഫ്രണ്ട്. പോപ്പുലർ ഫ്രണ്ടിൻ്റെ വിഷൻ 2047 ഡോക്യുമെൻ്റ് അവർ പച്ചക്ക് എഴുതി വെച്ചിരിക്കുന്ന കാര്യം എന്താണ്? SC ST OBC വിഭാഗങ്ങളെ കൂട്ടുപിടിച്ച് മുസ്ലിങ്ങളെയും ചേർത്ത് നമ്മൾ ഭരണം പിടിക്കണം, പിടിച്ചു കഴിയുമ്പോൾ ഈ ചങ്ങായിമാരെല്ലാത്തിനെയും എടുത്ത് കുഴിച്ചു മൂടണം. ഇതാണ് അവരുടെ ഡോക്യുമെൻ്റ് എഴുതി വെച്ചിരിക്കുന്നത്. നിങ്ങൾ സമാനമായൊരു ഡോക്യുമെൻ്റ് BJPയുടെ നിങ്ങൾ ഇറക്ക്, 1-1 നമുക്ക് വെക്കാം. മത്സരത്തിന് നിങ്ങൾ തയ്യാറാണെങ്കിൽ അതാണ് ഞാൻ പറയാം. ഇനി രണ്ടാമത്തെ എന്താ എഴുതിയിരിക്കുന്നത്? ഈ നമ്മളുടെ എൻഡ് ഗെയിം, ആ ഒരു ഗോൾ, അതിനു വേണ്ടിയിട്ട് നമ്മൾ മുന്നിൽ വെച്ചിരിക്കണം എന്താ? ഇന്ത്യയെ ഇസ്ലാമിക രാജ്യമാക്കണം, കോൺസ്റ്റിറ്റ്യൂഷൻ എടുത്ത് കത്തിച്ച് കളഞ്ഞ് അവിടെ നമ്മൾ ശരിയായ നിയമം നടപ്പിലാക്കണം എന്നതാണ് നമ്മുടെ ലക്ഷ്യമെന്ന് അവരുടെ ഔദ്യോഗികമായ രേഖയിൽ അവരവിടെ എഴുതി വെച്ചിട്ട്, വിഷൻ 2047 എന്ന് പറഞ്ഞ ഡോക്യുമെൻ്റ് എഴുതി വെച്ചിട്ട്, അതിനകത്ത് അവർ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. അതിലേക്ക് മറ്റുള്ള ആളുകളെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് ഇന്ത്യയുടെ പതാക, നാഷണൽ ആന്തം, അതുപോലുള്ള അംബേദ്കർ ഇൻജാതി സാധനങ്ങൾ നമ്മൾ കൂട്ടുപിടിക്കണം. ഇതാണ് അവർ എഴുതി വെച്ചിരിക്കുന്നത്. ഈ മാതിരി സമാനമായൊരു സാധനം നിങ്ങൾ ഇപ്പുറത്തുള്ളത് ഇങ്ങോട്ട് വെക്കൂ, നമുക്കൊരു മത്സരമായി കളയാം. നിങ്ങൾക്കൊണ്ട് പറ്റില്ല എന്ന് തന്നെയാണ് ഞാൻ പറയാം. അപ്പോൾ ഈ തരത്തിലുള്ള വ്യത്യാസങ്ങൾ ഇവിടെ ഉണ്ടാക്കി. ഇതൊന്നും കാണാൻ തയ്യാറാകാതെ നിങ്ങൾ വെറുതെ സംഗി മങ്കി എന്ന് പറഞ്ഞു നടന്ന് അതും കേട്ടിട്ട് വാലും ചുരുട്ടി ഓടുന്ന ഏതെങ്കിലും ചില ഉണ്ണാക്കന്മാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്നെ ആ കൂട്ടത്തിൽ കൂട്ടണ്ടെന്ന് നമ്മൾ പറയും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് നമ്മളടുത്ത് നിൽക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ നിങ്ങൾ സംവാദങ്ങൾക്ക് നിങ്ങൾ തയ്യാറാവുക, സണ്ണി കപ്പിക്കാട് തയ്യാറാവുക, അപ്പുല് തയ്യാറാവുക, ആര് വേണമെങ്കിലും അപ്പുല് ഒരിക്കൽ തയ്യാറാവുന്നൊക്കെ പറഞ്ഞു, പിന്നെ ആളെ വിളിച്ചിട്ട് ഫോണിലൊന്നും കിട്ടിയിട്ടില്ല. ഇതാണ് അവസ്ഥ. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ ഇന്ത്യ ഇസ്ലാമിക രാജ്യമാണോ ആവുക അതോ ഹിന്ദു രാഷ്ട്രമാണോ ആവുക, ഇത് തമ്മിൽ നമുക്കൊരു ഒരു സംവാദമായി കളയാന്നേ. എന്താ നിങ്ങൾക്ക് പറ്റാത്തത്? ഇന്ത്യ ഇസ്ലാമിക രാജ്യമാകുമോ? ഒരു സംവാദം. 1. 2, ഇന്ത്യ ഹിന്ദു രാഷ്ട്രമാകുമോ? ഏതിനാണ് സാധ്യത കൂടുതൽ? ഇതൊക്കെ സംവാദ വിഷയമാക്കാൻ പറ്റുന്ന കാര്യമാണ്. നമുക്കിവിടെ നടത്തിക്കളയാം. അപ്പോൾ ഇവിടെ ഈ പറയുന്ന സംഗതികൾ ഇവിടെ ഉണ്ടാകുമ്പോൾ ഒരു വശത്ത് BJPയെ കാണിച്ചുകൊണ്ട് നിങ്ങൾ ഇവിടെ ഈ ഉരുട്ടിക്കൊണ്ട് വരുന്ന സാധനം, സത്യത്തിൽ ഇത് ആരുടെ ആവശ്യമാണ്? ഇത് പോപ്പുലർ ഫ്രണ്ടിൻ്റെ ആവശ്യമാണ്, ഇത് ജമാഅത്ത് ഇസ്ലാമിയുടെ ആവശ്യമാണ്.
ഇത് ഈ മതരാഷ്ട്രവാദക്കാരുടെ എല്ലാവരുടെയും ആവശ്യമാണ്. ഇത് ഇന്ന് ഇവിടുത്തെ ഇസ്ലാം മത വിഭാഗത്തിലുള്ള ആളുകൾ തള്ളിപ്പറയുന്നു, സമസ്ത തള്ളിപ്പറയുന്നു, അതിലെ നേതാക്കൾ തള്ളിപ്പറയുന്നു. പക്ഷേ നിങ്ങളിപ്പോഴും തള്ളി പറയാൻ തയ്യാറാവുന്നില്ല. മുസ്ലിം ലീഗിലെ ജമാഅത്ത് ഇസ്ലാമി വിഭാഗം അത് പൊക്കിക്കൊണ്ട് നടക്കുന്നതിൽ പെട്ടുകിടക്കാണ് നിങ്ങൾ. ദളിതന്മാർക്ക് അത് തിരിച്ചറിയാൻ കഴിയുന്നില്ല. ദളിതുകൾ പോലും ഈ തരം തീവ്രവാദികളുടെ വെറും ഏഴാങ്കൂലികളായിട്ടുള്ള ഈ തരം പണിയാളുകൾ മാത്രമാണ് എന്ന് അവർ പച്ചക്ക് എഴുതി വെച്ചിരിക്കുകയാണ്. നിങ്ങൾ ആ ഡോക്യുമെൻ്റ് പോയിരുന്ന് വായിക്കുക. ഇത് നിങ്ങൾക്ക് വായിക്കാനോ കാണാനോ സാധിക്കാതെ ഈ തരത്തിലുള്ള എഴുന്നള്ളിപ്പായിട്ട് നടന്നാൽ നമ്മളിത് പറയും. ഇനി പറഞ്ഞേ പറ്റുള്ളൂ. കാരണം നമുക്ക് ഇന്ത്യയെ ഒരു UK പോലെയോ ഒരു ജർമ്മനി പോലെയോ ഒരു ബെൽജിയം പോലെയോ ആക്കാൻ നമുക്ക് സാധിക്കില്ല, പറ്റില്ല, അനുവദിക്കാൻ കഴിയില്ല. നമ്മളിവിടെ ഉണ്ടാവും അതിന് കാവലാളുകളായിട്ട്. ഇവിടെ നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ നമ്മളൊരു ആർമി തന്നെ ഇവിടെ ആയി മാറും എന്ന് തന്നെയാണ് പറയുന്നത്. ഒരു ഇൻഫർമേഷൻ ആർമിയായിട്ട് നമ്മൾ മാറും. നിങ്ങൾക്കത് തടുക്കാൻ കഴിയില്ല. അതാണ് ഇപ്പോൾ ഇവിടെ കണ്ടത്. അതിൻ്റെ ഉദ്ഘാടനമാണ് ഈ പറയുന്ന ശ്രീത്ത് പണിക്കർ അവിടെ ചെയ്തു വെച്ചത്. അപ്പോൾ അതിൽ നിങ്ങൾക്കിനി അടി പതറാനിരിക്കുന്നേ ഉള്ളൂ. ഇതൊരു തുടക്കം മാത്രമാണ് എൻ്റെ പുന്നാര മക്കളെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ജാതിവാദികളോട് എല്ലാവരും കൂടി പറയാനുള്ളതാണ്, നിങ്ങളുടെ പരിപ്പിന് ഇവിടെ വേവിക്കില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അത് ഒന്ന് ഓർമ്മിപ്പിക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അപ്പുലിൻ്റെ ഈ പ്രഖ്യാപനം എന്ന് പറയുന്നത് ഇത് നമ്മൾ സൂക്ഷിക്കണം. ഇത് ഒരു കൃത്യമായൊരു വെളിപ്പെടുത്തലാണ്. അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ജിഹാദി കൂട്ടിക്കൊടുപ്പാണ്. ഈ അപ്പലും അതുപോലെയുള്ള ഈ തരം ജാതി വാണങ്ങളും എല്ലാവരും തന്നെ ജിഹാദി കൂട്ടിക്കൊടുപ്പുകാരാണ്. അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ജിഹാദി കൂട്ടിക്കൊടുപ്പാണ് എന്നുള്ളതാണ് ഇവിടെ വ്യക്തമായിരിക്കുന്നത്. ഇത് നമ്മൾ തിരിച്ചറിയും. നിങ്ങൾ എത്ര പേര് ഇത് കണ്ടിട്ടുണ്ടാവും എന്നുള്ളത് നിങ്ങളൊന്ന് ഓർക്കുക, മനസ്സിലാക്കാൻ ശ്രമിക്കുക. നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു.